പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് സാറ ജോസഫിൻ്റെ മാറ്റാത്തി എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ അതിലെ കഴിഞ്ഞ കുറച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സേതു വന്നു. മൊട്ടത്തല, കാവിമുണ്ട്, നീണ്ട ജുബ്ബ, തോളത്ത് സഞ്ചി, സഞ്ചിയിൽ പുസ്തകങ്ങൾ, നോട്ടീസുകൾ, ചെരുപ്പിടാത്ത നടത്തം, കണ്ണുകളിൽ തീയുടെ തിളക്കം. അവനാണ് ചോരയിൽ മുക്കിയ കൈകൊണ്ട് രാമൻകുട്ടി എഴുത്തച്ഛൻ്റെ മതിലിൽ കൈയടയാളം വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ ലൂസിമോളെ, ഒരുത്തൻ്റെ കയ്യാണ്. നല്ല തണ്ടും തടിയുള്ള ഒരുത്തൻ്റെ, നിസ്സാരക്കാരൻ്റെ അല്ല. വിരലൊക്കെ ദേ ഇത്രേശം നീളമുണ്ട്. ലൂസി അവളുടെ മുറിക്കണ്ണാടിയിൽ നോക്കി. മുഖം വരണ്ടിരിക്കുന്നു, കൺതടങ്ങൾ കറുത്തിരിക്കുന്നു, കോവൽവള്ളിയുടെ കിരീടം വാടി കരിഞ്ഞിരിക്കുന്നു, കവിളിൽ മുരിങ്ങ ഇലകളുടെ നനവില്ല, മുടിയുടെ പരുക്കൻ വഴികളിൽ രഹസ്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. എന്നാലും ചോരയിൽ മുക്കിയ കൈകൊണ്ട് എൻ്റെ മേൽ അടയാളം വെക്കാഞ്ഞതെന്ത്? ഞാനും ഒരു മതിലാകുന്നു. ലൂസി മുറിക്കണ്ണാടി കമിഴ്ത്തി വെച്ചു. എനിക്ക് വിശ്വാസമില്ല, അവൾ പറഞ്ഞു. ഇതാണ് സ്നേഹം എന്ന് പറയണത്. നമുക്ക് സ്നേഹമുള്ളവർ ചെയ്യണതൊക്കെ ശരിയാന്നാ നമുക്ക് തോന്നള്ള. എൻ്റെ ശങ്കരൻ കാട്ടിക്കൂട്ടണതൊക്കെ ശരിയാന്നല്ലേ എനിക്ക് തോന്നണ്. ചെറോണ ലൂസിയെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് ചെറോണയ്ക്ക് വിഷമമായി. എന്തൊക്കെ പല വിചാരങ്ങളാണാവോ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ. ആ കുരുത്തങ്കെട്ട ചെക്കൻ്റെ കാര്യം ഓർത്തിട്ട് ഇപ്പോഴും വിചാരപ്പെടാം മോള്. ലൂസിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അവൾ തല താഴ്ത്തിയിരുന്നു. ചെറോണ പല്ലുകൾ അവളുടെ ചെവിയിൽ മുട്ടിച്ചുകൊണ്ട് സ്വകാര്യം പറഞ്ഞു. അവൻ നമ്മുടെ രൂപം കൊത്തീര വീട്ടിലുണ്ടെന്ന് അരിമോൻ പറഞ്ഞതാണ്. പോലീസുകാർ കാണാണ്ട് ആ പെണ്ണുങ്ങളാ അവനെ ഒളിപ്പിച്ചേക്കണേന്ന്. ഉടുത്ത വസ്ത്രം അഴുക്കും മെഴുക്കും കരിയും പുരണ്ടതായിരുന്നു. മഞ്ഞളും മുളകും പാലും തൈരും വീണതായിരുന്നു. പശുവിൻ്റെയും ആടിൻ്റെയും കോഴിയുടെയും മണം ഉണ്ടായിരുന്നു. വിയർപ്പിൻ്റെയും പാചകത്തിൻ്റെയും കാലകളിഞ്ഞ് തെളിഞ്ഞുകൊണ്ടിരുന്നു. ലൂസി മുരിങ്ങ മരങ്ങൾക്കിടയിലൂടെ ഓടി. പൊളിഞ്ഞുകിടന്ന വേലി ചാടി മുതുക്കൻ്റെ അങ്ങാടിയിലെത്തി. മുതുക്കൻ്റെ അങ്ങാടിയിലാണ് രൂപം കൊത്തിയുടെ വീട്. വീടിൻ്റെ മുന്നിലെ നെടുമ്പുരയാണ് പണിശാല. പനമ്പും ചാക്കും കീറിയ സാരികളും കൊണ്ട് മറച്ച പണിശാലയിൽ രൂപം കൊത്തിയുടെ പെൺമക്കൾ പണിയെടുക്കുകയായിരുന്നു. വലതുകൈക്ക് വിറയൽ വന്ന് രൂപം കൊത്തി അവശനായി. കഠിന ദുഃഖം അയാളെ തളർത്തി. കട്ടിൽ വിട്ടെഴുന്നേൽക്കാനുള്ള ശേഷി അയാൾക്കില്ലാതായി. മറിയപുരം പള്ളിക്കു വേണ്ടി ഗീവർഗീസ് സഹദായുടെ രൂപം കൊത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രൂപം കൊത്തി വീണത്. വലതുകൈ നേരെ നിൽക്കുന്നില്ല, വിരലുകൾ നേരെ നിൽക്കുന്നില്ല. പകുതി കൊത്തിയ ഗീവർഗീസ് പുണ്യാളൻ പണിശാലയിലെ ഒരു കല്ലിന്മേൽ തല വെച്ച് ചാഞ്ഞു കിടന്നു. പെരുന്നാളിന് മുമ്പ് രൂപം കൊടുക്കണം. അപ്പനെ ആപത്തിൽ നിന്ന് കരകയറ്റാൻ പെൺകുട്ടികൾ കണ്ടെത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. കോഴിയിറച്ചിയും പിടിയും കൊണ്ട് എടപ്പള്ളി പെരുന്നാളിന് നേർച്ച കഴിക്കാമെന്ന് നേർന്നിട്ട് ഗീവർഗീസ് സഹദ പോലും കാര്യം മനസ്സിലാക്കിയില്ല. പെരുന്നാളിന് 10 ദിവസം പോലുമില്ല. രൂപം കൊത്തിയുടെ മൂത്ത മകൾ ഉളി കയ്യിലെടുത്തു. അവൾ അപ്പനെ പോലെ ചെറുപ്പത്തിലെ നരച്ചു തുടങ്ങിയിരുന്നു. നീണ്ട വെള്ളത്തലമുടി അഴിച്ചിട്ട് വെള്ളിക്കമ്പിയുടെ വട്ടക്കണ്ണട വെച്ച് അവൾ ഗീവർഗീസ് പുണ്യാളനെ തൊട്ടു. കരിങ്കല്ലിൽ നിന്ന് തലയുയർത്തി വീരശൂരപരാക്രമിയായ ഗീവർഗീസ് സഹദ അവളെ നോക്കി. നീയാ? ഗീവർഗീസ് സഹദായുടെ കന്യകാത്വം തകർന്നു. പെണ്ണു തൊട്ടു. രൂപം കൊത്തിയുടെ മകൾ കൊത്തിയ ഗീവർഗീസിന്റെ രൂപം പകുതി ആണത്തമുള്ളതും പകുതി പെണ്ണത്തമുള്ളതുമായിരുന്നു. ധീരനായ ഗീവർഗീസ് സഹദ മുമ്പൊന്നും ആയിട്ടില്ലാത്ത വിധത്തിൽ കോമളനായി. അറ്റം പിരിച്ച് സൂചിമുനകൾ പോലെ വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ മേൽമീശ പോലും ശാന്തമായി. കുന്തമുയർത്തി ദുഷ്ടവ്യാളിയെ കൊല്ലാൻ നിൽക്കുന്നത് സ്നേഹവായ്പോടെയായി. മറിയപുരത്തുകാർ രൂപം മടക്കി. പെണ്ണു കൊത്തിയ രൂപം വേണ്ട. മുമ്പും അങ്ങനെ ഒരു ചരിത്രമില്ലല്ലോ. ഇങ്ങനെ ഒരു ഗീവർഗീസ് പുണ്യവാളനെയും കണ്ടിട്ടില്ല. രൂപം മടക്കുമ്പോഴും ഗീവർഗീസിന്റെ മുഖത്ത് കണ്ട ആഴമേറിയ സ്നേഹം മറിയപുരത്തുകാരെ വേദനിപ്പിച്ചു. മുടക്കിയ മുതൽ പോയി. കിടന്ന കിടപ്പിൽ കിടന്ന് രൂപം കൊത്തി വിളിച്ചു ചോദിച്ചു,
പണി എന്തോരായി മോളെ? പെരുന്നാളിന് മറിയപുരത്തുകാർ പഴയ രൂപം വെച്ച് തന്നെ എഴുന്നള്ളിപ്പ് നടത്തി. ബുധനാഴ്ച ചെറോണ തുണിയും കൊണ്ടുവന്നില്ല. വ്യാഴാഴ്ച രാവിലെ തന്നെ ഓടിക്കിതച്ചെത്തുമെന്ന് ലൂസി വിചാരിച്ചു. വ്യാഴാഴ്ചയും ചെറോണ വന്നില്ല. ഞായറാഴ്ച ഉച്ചയായിട്ടും വരാഞ്ഞപ്പോൾ ലൂസിക്ക് അത്ഭുതം തോന്നി. ആദ്യമായിട്ടാണ് ചെറോണ ഇങ്ങനെ അലക്ക് മുടക്കുന്നത്. ബ്രിജീത്തയുടെ മുഷിഞ്ഞ തുണികൾ ലൂസി പുഴുങ്ങി അലക്കി. പാകത്തിന് കഞ്ഞിയും നിലവും മുക്കിയ 6 മുണ്ടുകളും 6 കുപ്പായങ്ങളും 6 തോർത്തുകളും മുറ്റത്തെ അഴക്കയിൽ കാറ്റത്ത് കിടന്നാടി വെയിലത്ത് വെട്ടിത്തിളങ്ങി. ഉമ്മറത്ത് ചാരുകസേരയിൽ കിടന്നിരുന്ന ബ്രിജീത്തയ്ക്ക് വെളുപ്പ് കണ്ണിൽ കുത്തി കണ്ണ് പുളിച്ചു. ബ്രിജീത്ത പറഞ്ഞു, ഇനിയേ എൻ്റെ മുണ്ടൊക്കെ നീ അലക്കിയാ മതി. ചെറോണപ്പ പണ്ടത്തെ ചെറോണയല്ല. അവൾക്കേ മേലനങ്ങാൻ മടിയുണ്ട്. എന്തുട്ട് അലക്ക അവളി അലക്കിക്കൊണ്ടിരുന്നേ? ചെളിവെള്ളത്തിലാ ഇട്ടിട്ട് 4 വലിയ വലിച്ച മുണ്ട് വെളുക്കുക. കുറെ ദിവസമായി എൻ്റെ ക്ഷേമ പരീക്ഷിക്കണ്. ബ്രിജീത്ത ചാരുകസേരയിൽ ഇളകിയിരുന്നു. കാലുകൾ തിണ്ണയിലേക്ക് കയറ്റിവെച്ചു. ചെറോണയുടെ വിവരം അന്വേഷിക്കാൻ പോകാൻ അനുവാദത്തിനു വേണ്ടി ലൂസി തിണ്ണയും ചാരി നിന്നു. ബ്രിജീത്തയുടെ കണ്ണട ചില്ലുകളിൽ അഴുക്കയിലിട്ട തുണികൾ കാറ്റത്താടുന്നത് ലൂസി കണ്ടു. എങ്ങനെയാ ഓട്ടേന്ന് ചോദിച്ചാ എന്താ ഉണ്ടാവുക? എന്തേരി അലക്കാനാ പറഞ്ഞപ്പോ മോറ് കുട്ടിക്കലം പോലെ ആയില്ല. നിനക്ക് വേറെ ഭാരിച്ച പണിയൊന്നുമില്ലല്ല. ഇരുന്ന് തിന്ന് വീർക്കാണ്ട് ഒഴി വെള്ളപ്പം എൻ്റെ മുണ്ടലക്ക്. തടി ഒന്നാ ഓലയട്ടെ. ലൂസിക്ക് വിഷമം തോന്നി. ബ്രിജീത്ത പറഞ്ഞത് ശരിയാണ്. ലൂസി ശരിക്കും വണ്ണം വെച്ചിട്ടുണ്ട്, പൊക്കവും കൂടിയിട്ടുണ്ട്. മുണ്ട് ഞൊറിഞ്ഞു ചുറ്റുമ്പോൾ അരവണ്ണം, കുപ്പായം ഞെക്കി ഞെരുക്കി കടത്തുമ്പോൾ മാറുവണ്ണം, തുഞ്ചത്തെ കോവൽക്കായ പൊട്ടിക്കാൻ ഉപ്പൂറ്റി പൊന്തിക്കുമ്പോൾ പൊക്കം, മുരിങ്ങമരങ്ങൾക്കിടയിൽ വൈകുന്നേരത്തെ വെയിലിൽ നിൽക്കുമ്പോൾ നിഴൽ ചന്തം ഒക്കെ ദിവസേന കൂടി വരുന്നത് ലൂസി അറിയുന്നുണ്ട്. ഒത്ത പെണ്ണാണ് ലൂസി. മുട്ടും കാലും ഉറച്ച ഒത്ത ചെറോണ. ലൂസി പറയാൻ തുടങ്ങി. വല്ല പൊതപ്പാ വിരിയ തലയോണറെ ഒക്കെ അവളെ കൊണ്ട് അലക്കിച്ചൂട്. എൻ്റെ മുണ്ട് കൊടുക്കണ്ട. ഇത്രകാലം ഒരു മുടക്കം കൂടാതെ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും അലക്കിക്കൊണ്ടുവന്ന ചെറോണയാണ്. ഇത്രയും നന്ദികേട് പാടില്ല മനുഷ്യർക്ക്. ലൂസി വിഷമിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ചെറോണയുടെ ശങ്കരൻ വന്നു. പഠിക്കുന്നേ പട്ടച്ചാരായത്തിൻ്റെ കുമ്മലടിച്ചു. ചെറോണ ആശുപത്രിയിലാണ്. തണ്ടല് വേദന. 6 മുണ്ടും 6 കുപ്പായും 6 തോർത്തും കുടഞ്ഞു മടക്കി മീതയ്ക്ക് മീതെ വെക്കുകയായിരുന്നു ലൂസി. 5-8 ദിവസം ആശുപത്രിയിൽ കിടക്കണം. കയ്യിലാണെങ്കിൽ കാശില്ല. ശങ്കരൻ തല ചൊറിഞ്ഞു. ലൂസി മോളടെ കയ്യിൽ കാശ് വല്ലതും ഇരിക്കണ്ട. വാ പൊത്തിക്കൊണ്ടാണ് ശങ്കരൻ വർത്തമാനം പറയുന്നത്. ചാരായം കുടിച്ചിട്ടേ ഇല്ലെന്ന് വരുത്താനാവും. രക്തം പരിശോധിക്കണം, എക്സ്റേ എടുക്കണം. ആശുപത്രിക്കാരാണെങ്കിൽ കാശ് വിടുങ്ങാൻ തൊള്ളേം തുറന്നിരിക്കുക. നമ്മുടെ ദേഹത്ത് ഒന്നാ തൊട്ട അപ്പ രൂപ 25 കൊടുക്കണം. ലൂസി മോളുടെ കയ്യിൽ ഒരു 50 രൂപ എടുക്കാണ്ടാവോ? ലൂസി ഞെട്ടിപ്പോയി. 50 രൂപയാ ലൂസിയുടെ കയ്യിലാ? എവിടെ നിന്നാണ്? ലൂസിക്ക് കാശില്ല. തിന്നാനും കുടിക്കാനും ഉണ്ട്, ഉടുക്കാനുണ്ട്, തേക്കാനും കുളിക്കാനും ഉണ്ട്. പക്ഷേ കാശില്ല. ബ്രിജീത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. ചോദിച്ചാൽ തരുമോ? ആർക്കറിയാ. ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞ് ചോദിച്ചാൽ തരുമായിരിക്കും. തരാനൊരു വഴിയില്ല. ചെറോണയ്ക്ക് വന്ന തണ്ടൽ വേദന ലൂസിക്ക് വന്നിട്ട് കാശ് ചോദിച്ചാലും ബ്രിജീത്ത തരില്ല. 1-2 നിമിഷത്തേക്ക് ലൂസി ആലോചനയിൽ പെട്ടുപോയി. ചെറിയൊരു പ്രതീക്ഷ ഉള്ളിലെവിടെയോ വെച്ചുകൊണ്ട് ലൂസി സംശയിച്ചു. ഇല്ലേ, ലൂസിക്ക് തണ്ടൽ വേദന വന്നാലും ബ്രിജീത്ത കാശ് തരില്ലേ? തരും എന്നോ തരില്ല എന്നോ ലൂസിക്ക് തീരുമാനിക്കാനായില്ല. സൂക്കേടും കേടുമൊന്നും ലൂസിക്ക് വരാതിരിക്കട്ടെ. തണ്ടൽ വേദന വന്നിട്ടില്ലെങ്കിലും ലൂസിക്ക് ചെറിയ ചെറിയ പനികളും ചുമകളും വയറുവേദനകളും ഒക്കെ വരാറുണ്ട്. ചെത്തുകുത്ത് മരുന്നുകൊണ്ട് ഒക്കെ മാറിപ്പോവാറുമുണ്ട്. ചെറോണയും ചെത്തുകുത്ത് വിദ്യകൾ ചെയ്തു നോക്കിയതാണ്. തെങ്ങും പൂക്കുല കൊത്തി നുറുക്കി വേവിച്ച വെള്ളം കുടിച്ചു നോക്കി. ഉഴിഞ്ഞ കഷായം വെച്ച് കുടിച്ചു നോക്കി. പച്ചമുട്ടയിൽ ചെന്യായം അടിച്ച് കലക്കി കുടിക്കാൻ ആരോ പറഞ്ഞത് കേട്ട് അതും ചെയ്തു നോക്കി. തണ്ടൽ വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. തുണിക്കെട്ട് എടുക്കാനും പൊക്കാനും വയ്യ. തലയിൽ വെച്ചിട്ട് നടക്കാൻ വയ്യ, അലക്കാൻ വയ്യ. കഴിഞ്ഞില്ലേ പണി? പറ്റിടാൻ ആരോ പറഞ്ഞു കൊടുത്തു.
പുറം മുഴുവൻ എള്ളെണ്ണ തേച്ച് അതിൽ കനത്തിൽ കുന്നിയില പതിച്ചിട്ടു. 7 ദിവസം പറ്റിട്ട് കമിഴ്ന്നു കിടന്നപ്പോൾ ഒരാശ്വാസം തോന്നി. എഴുന്നേറ്റു നടക്കാൻ തുടങ്ങിയപ്പോൾ പോയ തണ്ടല വേദന തിരിച്ചു വന്നു. പാവി ചെല്ലണേടം പാതാളം. കഞ്ഞുടിക്കാൻ വകയില്ല, പണിയെടുത്ത് തിന്നാനും തമ്പുരാൻ സമ്മതിക്കില്ല. ശങ്കരന് നിൽക്കാൻ വയ്യ, കാല് കുഴയുന്നു, നാവും കുഴയുന്നു, പറഞ്ഞാൽ തിരിയുന്നില്ല എന്ന തോന്നൽ കാരണം ചുണ്ടും കൂട്ടിപ്പിടിച്ച് മുറ്റത്ത് കുത്തിയിരുന്നു. ബ്രിജീത്തയോട് കാശ് ചോദിക്കാൻ ലൂസി പറഞ്ഞു. ശങ്കരൻ പേടിച്ചുപോയി. ലൂസി മോള് സിംഹത്തിൻ്റെ വായേല കൈയിടാൻ പറഞ്ഞ ശങ്കരൻ അപ്പ കൈയിടും. ഇത് പക്ഷേ കേസ് വേറെയാണ്. തലയ്ക്ക് കൈയും കൊടുത്ത് ശങ്കരൻ കുനിഞ്ഞിരുന്നു. പിന്നെ കുറേ നേരത്തേക്ക് മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. മടിച്ച് ലൂസി ബ്രിജീത്തയുടെ അടുത്തേക്ക് ചെന്നു. ബ്രിജീത്ത പാട്ട് പിടിക്കുന്ന തിരക്കിലാണ്. ഇതെങ്ങനെയുണ്ടീ ഈ പാട്ട്? ബ്രിജീത്ത ചോദിച്ചു. ലൂസി പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. നല്ല രസമുണ്ട്. ബ്രിജീത്തയുടെ മുഖത്തൊരു ചിരി. എൻ്റെ അമ്മ ഇന്ന് മഴ പെയ്യും. ബ്രിജീത്തയുടെ അപ്പൻ തെളിയുന്ന നേരം നോക്കി ചോദിക്കുകയാണ്. നല്ലത്, ലൂസി വിചാരിച്ചു. എന്നിട്ടും മടിച്ച് അവൾ ചോദിച്ചു. തെങ്ങ് കയറ്റിക്കോട്ടെ ഇളയമേ? ചോദിച്ചു കഴിഞ്ഞപ്പോഴേ പിശകായെന്ന് ലൂസിക്ക് തന്നെ തോന്നി. നേരെ കയറി കാശ് ചോദിക്കുന്നതിനു പകരം ഒരു വഴി കണ്ടുപിടിച്ചതാണ് ലൂസി. ബ്രിജീത്ത ചീറി. ഈ കരിപ്പ് നേരത്താ. ശങ്കരൻ വന്നിട്ടുണ്ട്. ചെറുണയ്ക്ക് തണ്ടൽ വേദനയാ. ചെറുണയ്ക്ക് തണ്ടൽ വേദനയായതിന് ശങ്കരൻ തെങ്ങുമ്മ കയറുകയെ. എന്തുട്രീ നീ പറയണേ? ലൂസി ഒന്നും പറയാതെ തിരിച്ചു നടന്നു. ബ്രിജീത്ത പറഞ്ഞതുപോലെ നേരെ കരിപ്പായിരിക്കുന്നു. മുറ്റത്ത് ഒരു കരിങ്കൽ കൂട്ടം പോലെ ശങ്കരൻ കുത്തിയിരിക്കുന്നുണ്ട്. ലൂസി അയാളുടെ അടുത്തു ചെന്നു. കാശില്ല, കോഴീനെ മധ്യ. ഒന്ന് പകച്ചെങ്കിലും ശങ്കരൻ സമ്മതിച്ചു. കോഴികൾ കൂട്ടിൽ മുളയുന്ന നേരമായിരുന്നു. ഒച്ചയും അനക്കവുമില്ലാതെ ലൂസി ഓരോന്നിനെയായി പിടിച്ചെടുത്ത് ശങ്കരന് കൊടുത്തു. 50 രൂപ കിട്ടണമെങ്കിൽ 5 കോഴിയെങ്കിലും വേണമെന്ന് ശങ്കരൻ പറഞ്ഞു. ലൂസിക്ക് വേറെ വഴിയില്ല. ശങ്കരൻ്റെ നോട്ടക്കുറവ് കൊണ്ട് കോഴികൾ ചിറകിട്ട് പിടയ്ക്കുകയും ഉച്ചത്തിൽ കാറുകയും ചെയ്തപ്പോൾ ലൂസി പേടിച്ചുപോയി. കോഴിക്കൂട് അടച്ചില്ലേ? ബ്രിജീത്ത വിളിച്ചു ചോദിച്ചു. ലൂസി കോഴിക്കൂട് അടച്ചു. ചെറോണയുടെ ദുരിതങ്ങളെപ്പറ്റി ഓർത്തു കിടന്നിട്ട് ലൂസിക്ക് ഉറക്കം വന്നില്ല. തെണ്ടിച്ചു കൊണ്ടുവരാറായ ഒരു ചെക്കനുണ്ട് ചെറോണയ്ക്ക്. ചെറോണയുടെ പൊന്നാര അരിമോൻ. നേരം വെളുത്ത ചെക്കൻ പൗഡറും പൂശി വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ കാണാം. അന്തിര മൂട്ടിലാ പിന്നെ കയറി വരിക. അവന് ചായ കുടിക്കാനും ബീഡി വലിക്കാനും ചോറുണ്ണാനും ഒക്കെ ചെറോണ കാശ് കൊടുക്കണം. ശങ്കരനും വേണം കാശ്. ശങ്കരനെ തെങ്ങുമ്മ കയറാനൊന്നും വയ്യ. നല്ല കാലത്തും വയ്യായിരുന്നു. ചെറോണ പറയുന്നത് ശങ്കരൻ ജീവിതത്തിൽ ആകെ കൂടി 100 തെങ്ങ് കയറിയിട്ടുണ്ടാവില്ല എന്നാണ്. എന്നാലും തെങ്ങുകയറ്റം മാത്രമേ ശങ്കരൻ ചെയ്യൂ. വേറൊരു പണിയും അറിഞ്ഞൂടാ. ശങ്കരനും വേണം ചായ, ചോറ്, ബീഡി, ചാരായം. ചെറോണയുള്ളത് കൊണ്ട് ഇതൊക്കെ ഒരുവിധം മുട്ടെത്തിപ്പോകുന്നു. ചെറോണയില്ലെങ്കിൽ ശങ്കരനില്ല. അരിമോൻ്റെ താഴെ ഗിരിമോൻ വയറിങ് പഠിക്കുന്ന ചെക്കനാണ്. നേരം വെളുത്ത അവനും വേണം കാശ്. അവനും നീട്ടും ചെറോണയുടെ മുന്നിൽ കയ്യ്. ചെറോണയ്ക്ക് അതൊക്കെയാണ് ഒരു സന്തോഷം. ഇൻ്റെ ശങ്കരനും ഉങ്കടാങ്ങൾക്കും ദണ്ഡിച്ചു കൊണ്ടുവന്ന് കൊടുക്കണേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് ഈ ഭൂമിയിൽ വേറുണ്ടാ ലൂസിമോളെ. ഭൂമിയിൽ വേറെ ഇല്ലാത്ത ആ സന്തോഷത്തിന് വേണ്ടി ചെറോണ സൂര്യൻ ഉദിക്കും മുമ്പ് വിഴുപ്പ് കെട്ടി തലയിലേറ്റും. പിന്നെ ചീരാച്ചിക്കുളം വരെ ഓട്ടമാണ്. ചീരാച്ചിക്കുളത്തിൽ നല്ല വേനൽക്കാലത്തും വെള്ളമുണ്ടാകും. അലക്കാൻ മൂർച്ചയുള്ള കല്ലുകളുണ്ട്. വിരിച്ചിടാൻ സ്ഥലമുണ്ട്. തുണി ഉണങ്ങുന്നത് കാത്ത് കുളത്തിൻ്റെ കരയിലെ വഴി അമ്പലത്തിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. വഴി കുറേ പോണമെന്നു മാത്രം. എന്നാലും വലിയ വെട്ടൊഴിയിലൂടെയുള്ള ഓട്ടം ആയതുകൊണ്ട് പേടിക്കാനില്ല. ഇടയ്ക്കിടെ കാറുകളും ലോറികളും വെളിച്ചം കാട്ടിക്കൊണ്ട് തൃശ്ശൂർക്കും ഒല്ലൂർക്കും പായുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു കാളവണ്ടി കിട്ടിയേക്കാം. വിഴുപ്പുകെട്ട് അതിൽ വെച്ച് സാവകാശം നടക്കും. നേരം വെളുത്ത് കിളികൾ പറന്ന് പൂക്കൾ വിരിഞ്ഞ് വണ്ടുകൾ പറക്കുമ്പോൾ കേൾക്കാം ചീരാച്ചിക്കുളത്തിൽ നിന്ന് തൂളി അലക്കലിൻ്റെ വിട്ടുവിട്ടുള്ള ഒച്ചകൾ. അലക്കിനൊപ്പം ചൊറോണയുണ്ടാക്കുന്ന വായ്ത്താരികൾ. അങ്ങനെ അലക്കി ഉണക്കി മടുക്കി നടുവൊടിഞ്ഞ് കരിപ്പാവുമ്പോഴാണ് ചെറോണ തിരിച്ചെത്തുക. ശങ്കരനും കിടാങ്ങളും വഴിക്കണ്ണും നട്ട് കുത്തിയിരിക്കാവില്ലേ. മറിയാപുരം അങ്ങാടികളിലൂടെ ചോമ ചെറോണ പിടഞ്ഞോടും. തലയിൽ പിറ്റേന്നത്തെ അലക്കിനുള്ള അഴുക്കുകെട്ട് പെരുകിക്കൊണ്ടിരിക്കും. അത്താഴത്തിനുള്ള അരിയോ മീനോ ഉപ്പോ മുളകോ ഓട്ടത്തിനിടയിൽ എവിടുന്നെങ്കിലുമൊക്കെ കൊത്തിയെടുത്തുകൊണ്ടിരിക്കും.
ചെന്നിട്ട് വേണടാ അവർക്ക് നാഴി അരിയിട്ട് തിളപ്പിച്ചു കൊടുക്കാൻ. പറന്നു പോണ കാക്കയോടും ചൊറോണ പറയും. ചൊറോണയുടെ തലയ്ക്കുമീതെ ചൊറോണയെക്കാളും പ്രാരാബ്ധക്കാരായ കാക്കകൾ അപ്പോൾ കൂട്ടത്തോടെ പറന്നു പോകുന്നുണ്ടാകും. ആശുപത്രി കിടക്കുമ്പോഴെങ്കിലും ചൊറോണയ്ക്ക് ഒന്ന് നടു നിർത്തി കിടക്കാലോ, നന്നായുള്ളോ ലൂസി വിചാരിച്ചു. അങ്ങനെ എങ്ങനെ നടു നിർത്താനാണ്, നടുവിനല്ലേ വേദന. ലൂസി വിചാരിച്ചത്ര നന്നായിരുന്നില്ല കാര്യങ്ങൾ. ചൊറോണയുടെ കിടപ്പ് നീണ്ടുപോയി. ഒരാഴ്ച, 2 ആഴ്ച, 20 ദിവസം. രക്തം പരിശോധിച്ചു, മൂത്രം പരിശോധിച്ചു, എക്സ്റേ എടുത്തു, കുത്തിവെച്ചു, ഗുളിക തീറ്റിച്ചു. ഓരോരോ ഡോക്ടർമാർ മാറി മാറി വന്ന് പരിശോധിച്ചു. അവസാനം എല്ലാ ഡോക്ടർമാരും കൂടി പരിശോധിച്ചതിൻ്റെ കെട്ട് കടലാസ് ചുരുട്ടിക്കൂട്ടി ശങ്കരൻ്റെ കയ്യിൽ കൊടുത്തു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടക്കോ. ചൊറോണ പേരും വെട്ടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. കൊച്ചിയിലേക്കും ഇല്ല, തിരുവനന്തപുരത്തേക്കും ഇല്ല. ആരെ കൊണ്ടാ കൂട്ടിയാ കൂടുക? ഇവിടം കൊണ്ട് മാറണത് മാറിയാൽ മതി. കയ്യിൽ കാശില്ലാത്തവർക്ക് സൂക്കേട് വന്നടുത്ത് വെച്ച് കാണും. ചൊറോണ സൊറായി സ്കൂളിൻ്റെ അടുത്തുള്ള കോട്ടയത്തുകാരൻ്റെ വൈദ്യരെ പോയി കണ്ടു. കഷായം, ഗുളിക, എണ്ണ, തൈലം ഒക്കെ ഏറ്റിനും കാശ് വേണ്ടേ? അരിമോൻ രാവിലെ പൗഡറും പൂശി ഇറങ്ങിപ്പോയി. ഗിരിമോൻ വയറിങ് പഠിത്തം തുടർന്നു. തണ്ടൽവേദനയൊന്നും അത്ര വലിയ ഒരു സൂക്കടല്ല. നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടാ? ശങ്കരൻ ചൊറോണയോട് ചോദിച്ചു. എന്തൂട്ടിനാ? ചൊറോണയ്ക്ക് സങ്കടം വന്നു. ശങ്കരൻ തല ചൊറിയുന്നു. ആ തല ചൊറിച്ചലിന് ഒരർത്ഥമേ ഉള്ളൂ. ശങ്കരന് കുടിക്കണം, അതിന് കാശ് വേണം. ചൊറോണ മൂലക്കിരിക്കുന്ന വിഴുപ്പുകെട്ട് ചൂണ്ടിക്കാട്ടി. ശങ്കരൻ കൂനിക്കൂടിയിരുന്നു. സങ്കടത്തോടെ ചൊറോണയെ നോക്കി. കഷായം വെക്കുന്ന കലം കടം വാങ്ങാൻ വന്നപ്പോൾ ചൊറോണ ലൂസിയോട് ഒരുപാട് ദണ്ണം പറഞ്ഞു. കരഞ്ഞില്ല. അതോ കരഞ്ഞോ? ചൊറോണ കരഞ്ഞാലും ചിരിക്കുകയാണെന്നേ തോന്നുന്നു. എന്തോരം വയ്യെങ്കിലും ഇവിടത്തെ അലക്ക് ഞാൻ മുടക്കില്ലേട്ടാ, ചൊറോണ ബ്രിജിതയോട് പറഞ്ഞു. എള്ളിയിൽ 2 കൈയും കുത്തി കുനിയാനും നിവരാനും പറ്റാത്ത പരുവത്തിൽ നിന്നുകൊണ്ടാണ് ചൊറോണ വർത്തമാനം പറഞ്ഞത്. ബ്രിജിതയുടെ തുണികൾ ഇനി ചൊറോണയെ കൊണ്ട് കഴുകിക്കില്ലെന്ന് ലൂസി പറഞ്ഞില്ല. ഇത്തിരി കഞ്ഞള്ളം മോന്താൻ തന്ന ലൂസോളെ, ഒരു പരവശം, ചൊറോണ പറഞ്ഞു. ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഒറ്റ വലിക്ക് മോന്തിയിട്ട് ചൊറോണ ചിരിച്ചു. പല്ലുകൾ 4 വഴിക്ക് തിളങ്ങി. ലൂസിക്ക് സങ്കടം വന്നു. ചൊറോണ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. വർത്താനം പറയുമ്പോൾ കിതയ്ക്കുന്നു. എന്നാണ് ചൊറോണ ഇങ്ങനെ നരച്ചത്? കുനിയാനും നിവരാനും വയ്യാത്ത പരുവത്തിൽ കരി പിടിച്ച കഷായ കലവും കൊണ്ട് ചൊറോണ പടി കടന്നു പോകുന്നത് കണ്ട് ലൂസിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. നിന്റെ ആരണ്ടി ചത്തേ, പൂങ്കണ്ണീരൊഴുക്കണുണ്ടല്ലോ. ബ്രിജീത ദേഷ്യപ്പെട്ടു. ലൂസി പെട്ടെന്ന് കരച്ചിൽ നിർത്തി. ബ്രിജീതയുടെ നാവിൽ ഗുളികനുണ്ടോ? അന്ന് മുഴുവൻ മരണത്തെപ്പറ്റി ഓർത്തുകൊണ്ടാണ് ലൂസി നടന്നത്. എന്താണ് മരണം? മരിച്ചാൽ എന്താണ് ഇല്ലാതെയാവുന്നത്? ശരീരമോ? ആ നിമിഷം വരെ ഉണ്ടായിരുന്ന ആൾ പിന്നീട് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആള് എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണോ? മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ലോകത്തേക്ക് പോകുന്നുണ്ടോ? സ്വർഗവും നരകവും ഉണ്ടോ? ദൈവമുണ്ടോ? പ്രേതമുണ്ടോ? ആത്മാവുണ്ടോ? മരിച്ചാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിലെല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉണ്ട് എന്ന് പറയുന്നതിനെ പറ്റി അർത്ഥമുണ്ടോ? ലൂസി മരിച്ചാൽ പിന്നെ ലൂസി ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ലൂസി കാട്ടിക്കൂട്ടുന്നതിനൊക്കെ എന്താണ് അർത്ഥം? ലൂസി മരിച്ചാൽ ലൂസിയുടെ ചിന്ത എവിടെ പോകുന്നു? ലൂസിയുടെ ഓർമ്മകൾക്ക്, സ്വപ്നങ്ങൾക്ക് എന്താണ് അർത്ഥം? ലൂസി ഉണ്ണുന്നത് ഉറങ്ങുന്നത് എന്തിനാണ്? വേണ്ട, ലൂസി വളരുന്നത് തന്നെ എന്തിനാണ്? മരിക്കാനാണോ ജീവിതം? വാട്ട് പിടിക്കുമെന്ന് തോന്നി ലൂസിക്ക്. ഈ തോന്നലൊക്കെ ഒരു പക്ഷേ പിശാചിൻ്റെ തട്ടിപ്പാകും. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ ജീവിതവും പിശാചിൻ്റെ ഒരു തട്ടിപ്പാണെന്ന് ലൂസിക്ക് തോന്നി. പിശാചിൻ്റെ തട്ടിപ്പിൽപ്പെട്ട് ബ്രിജീതയുടെ പാൽക്കഞ്ഞി പിരിഞ്ഞു. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചതുപോലെ തേങ്ങാപ്പാൽ തരിയും വെള്ളവുമായി വെള്ളം തെളിഞ്ഞു നിൽക്കുന്ന പാൽക്കഞ്ഞി കണ്ട് ബ്രിജീതയ്ക്ക് അറച്ചു. കൊണ്ട് പോടി അവിടുന്ന്. ബ്രിജീത കഞ്ഞിക്കോപ്പ എടുത്തെറിഞ്ഞു. അരികിന് നീലക്കരയും സ്വർണ്ണ പൂക്കളുമുള്ള വിശേഷപ്പെട്ട ആ കോപ്പയിലെ ബ്രിജീത കഞ്ഞി കുടിക്കാറുള്ളൂ. എന്നു തൊട്ടാണ് ലൂസി ആ കോപ്പ കാണാൻ തുടങ്ങിയത്. 2 കുഞ്ഞിക്കൈകൾ കൊണ്ട് താങ്ങി പിടിച്ച് കട്ടിളപ്പടി തട്ടി വീഴാതെ കരുതലോടെ ഓരോ അടി വെച്ച് ബ്രിജീതയ്ക്ക് കഞ്ഞി എടുത്തു വെക്കുന്നു. മുഷിഞ്ഞു നാറിയ കമ്മീസിട്ട കുഞ്ഞു ലൂസിയുടെ കയ്യിൽ ആ കോപ്പയുണ്ട്. അവളുടെ കണ്ണുകൾ
കൊതിമൂത്ത തുമ്പികളെ പോലെ സ്വർണപ്പൂക്കളുടെ വിസ്മയത്തിൽ പറന്നു കളിക്കുന്നു. ഓരോ തവണ ആ കോപ്പയെടുക്കുമ്പോഴും വെക്കുമ്പോഴും മോറുമ്പോഴും തുടയ്ക്കുമ്പോഴും കുഞ്ഞു ലൂസി സന്തോഷിച്ചു. ബ്രിജീത്ത മഹാറാണിയുടെ കുഞ്ഞിക്കോപ്പ സൂക്ഷിപ്പുകാരിയാണ് ഞാൻ. എനിക്കല്ലാതെ ഒരാൾക്കും ഇത് തൊടാനോ കാണാനോ അവകാശമില്ല. പിന്നെ വളർന്നിട്ടും വളരുന്നത് മരിക്കാനാണെന്നറിഞ്ഞിട്ടും ഓരോ വട്ടം തൊടുമ്പോഴും ആ വിസ്മയ കോപ്പ അവൾക്ക് ഓരോരോ ജീവിത സ്വപ്നം കൊടുത്തു. ലൂസി ചിറകടിച്ചു പറന്ന ലോകങ്ങളിലൊക്കെ തലങ്ങും വിലങ്ങും നീലവരകളും വരകൾക്കിടയിൽ സ്വർണ്ണ പൂക്കളും ചിതറിക്കിടന്നു. ചുവരിൽ ഇടിച്ചു തകർന്ന് 100 കഷ്ണങ്ങളായി ആ കോപ്പ ലൂസിയുടെ മുന്നിൽ ചിതറിക്കിടന്നു. ലൂസി പകച്ചു നിന്നു. ചുവരിലൂടെ പിരിഞ്ഞ പാൽക്കഞ്ഞി ഒലിച്ചിറങ്ങുന്നു. ഇനിയിപ്പോ വീടും കൂടും ഒന്നും കിട്ടാൻ പോണില്ല ലൂസി മോളെ. നമ്മള് പണിയെടുത്താൽ അമ്മക്ക് കഞ്ഞി കുടിക്കാം. അതെങ്ങനെയാണ്? ഈ ഈശ്വരനും ഇവിടെ കൂടെ ഇല്ല. തെണ്ടിച്ചുണ്ടാക്കാൻ വയ്യാണ്ടായോ? കഴിഞ്ഞില്ലേ? തട്ടിപ്പും മത്തങ്ങയായിട്ട് ജീവിക്കണോർക്കാണ് ഈ കാലത്ത് മേൽഗതി ഉള്ളത്. പാപ്പാ നഗറിലെ കെട്ടിടം പണിക്ക് വേണ്ടി ചേറുവിൻ്റെ ബാങ്കിൽ നിന്ന് കുറെ കടമെടുത്തിരുന്നു. പലിശ വാണം പോലെ കയറി. മുതലും പലിശയും ചേർത്ത് ചേറുവിൻ്റെ കടം വീട്ടാൻ വേണ്ടി 56 സെന്റ് സ്ഥലം വിൽക്കാൻ പള്ളി കമ്മിറ്റി തീരുമാനിച്ചു. സ്ഥലം ചേറു വാങ്ങി. മറിയപുരത്തെ വീടില്ലാത്തവർക്ക് മുഴുവൻ വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരുപാട് സ്ഥലം ഇനിയും വേണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെ സ്ഥലം വിറ്റു? അതിന് വഴി കർത്താവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ മതി. ആദ്യം നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ക്രിസ്ത്യാനികളല്ലാത്തവരുടെ പേര് പള്ളി കമ്മിറ്റി വെട്ടിക്കളഞ്ഞു. പിന്നെ കണ്ണി കണ്ട ഹിന്ദുക്കൾക്കും ജോനോമാർക്കും വീടുണ്ടാക്കി കൊടുക്കലല്ലേ ക്രിസ്ത്യാനികളുടെ പണി. അതൊക്കെ അവരാർക്ക് വേണമെങ്കിൽ അവരാര് പണതോട്ടെ. നമ്മക്ക് നമ്മടെ പള്ളി, നമ്മടെ സ്കൂള്, നമ്മടെ ബാങ്ക്, നമ്മടെ ആശുപത്രി, നമ്മടെ കർത്താവ്. നമ്മള് അടുത്തതായി കത്തോലിക്കരല്ലാത്തവരുടെ പേരും വെട്ടിക്കളഞ്ഞു. സുറായികൾക്കും CSIക്കാർക്കും മാർത്തോമ ജാക്കോബായ പെന്തക്കോസ്തുകൾക്കും കത്തോലിക്കരുടെ വക വീടോ പള്ളി പറഞ്ഞാൽ മതി. അങ്ങനെ 56 സെന്റ് സ്ഥലം ബാക്കി വന്നു. വിറ്റ് കടം വീട്ടി. ചേറുവിൻ്റെ പരമാനന്ദം കാരണം രജിസ്ട്രേഷൻ കഴിഞ്ഞു വന്ന ഉടനെ മെയിൻ റോഡിലേക്ക് വലിയൊരു ബോർഡ് വെച്ചു. ചേറു സൈറ്റ് ഫോർ ചേറൂസ് ടാക്കീസ്. മതിലുകെട്ടി ഗേറ്റ് വെച്ചു. ലൈസൻസ് എടുത്ത് 56 സെന്റ് വനഭൂമിയിലെ തേക്കും വീട്ടിയും മുഴുവൻ വെട്ടിയെടുത്തു. മറിയാപുരം ആകെ വെളുത്തു. ചെറൂസ് ടാക്കീസിന്റെ പണി തുടങ്ങി. അവൻ ഗതി പിട്ടിക്കില്ല. ബ്രിജിത്ത പറഞ്ഞു. ഒരു കുന്ന് ചോറും ഒരു കോഴിയെ കറി വെച്ചത് മുഴുവനും കലത്തോടെ കൊണ്ടുവന്ന് ബ്രിജിത്തയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു ലൂസി. ആവി പൊന്തുന്ന കോഴിക്കറിയിൽ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് ബ്രിജിത്ത ചോദിച്ചു, കഷണം വല്ലതും നെയ്യ് പൂത്തി വെച്ചിട്ടുണ്ടേ? ബ്രിജിത്ത കഷ്ണങ്ങൾ എണ്ണി നോക്കി. സംശയം മാറാതെ കള്ളനെ നോക്കും പോലെ ലൂസിയെ നോക്കി. പെടക്കോഴി അല്ലറീ, മുട്ടക്കറി കാണാനില്ലല്ലോ, നീ എടുത്ത് തിന്നാ? ലൂസി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ ആൾക്കാരോട് എന്ത് പറയാനാ? ബ്രിജിത്തയ്ക്ക് ഇപ്പോൾ തീറ്റ രോഗമാണ്. നേരം വെളുക്കും മുമ്പ് തിന്നാൻ തുടങ്ങും. ഒന്നു കഴിഞ്ഞാൽ വേറൊന്ന്. അടുക്കളയിൽ നിന്ന് കയറാൻ ലൂസിക്ക് നേരമില്ല. പണ്ടത്തെ പോലെ പണിയെടുക്കാനും പറ്റുന്നില്ല. എന്ത് 20 മുറി 30 എന്നല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോഴും ബ്രിജിത്തയ്ക്ക് തിന്നണം. തിന്നാണ് ഉറങ്ങുന്നത്. ചിലപ്പോൾ ഉറക്കം ഞെട്ടി ലൂസി കണ്ണു തുറക്കുമ്പോൾ കാണാം ബ്രിജിത്ത കുത്തിയിരുന്ന് മുറുക്കോ ചീടയോ ചുക്കുണ്ടയോ കടിച്ചു പൊട്ടിക്കണത്. എവിടേക്കാ തിന്നണതൊക്കെ പോണയാവോ? ലൂസി അത്ഭുതപ്പെട്ടു. എല്ലാത്തരം പലഹാരങ്ങളും എല്ലാത്തരം മീനുകളും എല്ലാത്തരം ഇറച്ചികളും എല്ലാത്തരം പഴങ്ങളും ബ്രിജിത്ത ഒരു കൂസലുമില്ലാതെ തിന്നുകൊണ്ടിരുന്നു. തലയണക്കടിയിൽ പലഹാരവും ശർക്കരയും കൊപ്ര കഷ്ണങ്ങളും സൂക്ഷിച്ചു വെച്ചു. ഉറുമ്പുകൾ പലതരം വരിവരിയായി ബ്രിജിത്തയെ തേടി വന്നു. ഈച്ചകളും വന്നു. നൊച്ചനെലികൾ അതിലെയും ഇതിലെയും പരക്കം പാഞ്ഞു. കോഴികൾ ഒന്നൊന്നായി ബ്രിജിത്തയുടെ ഇരകളായിക്കൊണ്ടിരുന്നു. കോഴിയെ കൊന്ന് ലൂസിക്ക് കയ്യറപ്പ് തീർന്നു. ഇപ്പോൾ ഒരു വികാരവുമില്ലാതെ ലൂസി കോഴിയെ കൊല്ലും. കൂട്ടിൽ നിന്ന് പിടിക്കുന്നു, കഴുത്ത് പിരിച്ചു കൊല്ലുന്നു. കോഴികൾ ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ലൂസി കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ വിളിച്ചാലും അവറ്റ കൂട്ടക്കരച്ചിലാണ്. മിണ്ടാതിരിക്കുമ്പോൾ പെട്ടെന്നാണ് ബ്രിജിത്തയ്ക്ക് തീറ്റ രോഗം പിടിപെട്ടത്. ഓശാനയ്ക്ക് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട ഇപ്പോൾ ഉണ്ടാക്കിത്തരണം എന്ന് ബ്രിജിത്ത കൽപ്പിച്ചു. ലൂസി ശർക്കരയും നാളികേരവും വിളയിച്ച് കൊഴുക്കട്ടയുണ്ടാക്കിക്കൊണ്ടുവന്ന് മുൻപിൽ വെച്ചു. 1 2
1 4 5 6 7 8 9 ബ്രിജീത്ത തീറ്റ തുടങ്ങി. പാത്രം വെടിപ്പായി. എടുത്തുണ്ട് വാടി, ബ്രിജീത്ത പറഞ്ഞു. 10 11 12 13 14 15 16 17 കഴിഞ്ഞു ഇളയമേ, കഴിയേ, നുണ പറയണ്ടീ, കൊഴുക്കട്ട കട്ടക്കള്ളി. ബ്രിജീത്ത അടുക്കള മുഴുവൻ ഓടി നടന്നു. പാത്രങ്ങളൊക്കെ പിടിച്ചു വലിച്ചിട്ടു. മുക്കിലും മൂലയിലും തപ്പി. ലൂസി അത്ഭുതത്തോടെ വീണ്ടും വെള്ളം തിളപ്പിച്ച് പൊടി കുഴച്ചു. നാളികേരം വിളയിച്ചു. കൊഴുക്കട്ട ആവിക്ക് വെച്ചു. പാതിരാ കഴിഞ്ഞു. ലൂസി കിടക്കുമ്പോൾ ആവി പറക്കുന്ന കൊഴുക്കട്ടയുടെ ഒരു കുന്ന് അവൾ ബ്രിജീത്തയുടെ മുമ്പിൽ വെച്ചുകൊടുത്തു. വെച്ചുണ്ടാക്കിയതിൽ നിന്ന് ഒരെണ്ണം പോലും തിന്നു നോക്കാൻ ലൂസിക്ക് തോന്നിയില്ല. അത്രയ്ക്ക് മടുത്തു പോയിരിക്കുന്നു കൊഴുക്കട്ടയുടെ മണം. ബ്രിജീത്ത 2 കൈയിലും ഇട്ട് തട്ടി തട്ടി ഊതി ചൂടാറ്റി ഓരോന്നായി വിഴുങ്ങുന്നതും നോക്കിക്കൊണ്ട് കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. പുലർച്ചെ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോൾ ബ്രിജീത്ത ലൂസിയെ ചവിട്ടി ഉണർത്തി. കൊഴുക്കട്ട കഴിഞ്ഞെറി. അമ്പരന്ന് വായ പൊളിച്ച് ലൂസി ഇരുന്നു പോയി. ഇതെന്തു കൂത്തണ്? അതായിരുന്നു തുടക്കം. കോഴികൾ തീർന്നപ്പോൾ ഒരു പൂവനെയും പിടയെയും ലൂസി ഒളിപ്പിച്ചു വളർത്തുന്നുണ്ട്. ബ്രിജീത്ത പറഞ്ഞു. ഒരാടിനെ ബ്രാത്ത് വെച്ച് കഴിക്കണം. നിനക്കറിയാടി ബ്രാത്ത് വെക്കാൻ? ലൂസിക്ക് അറിയില്ല. അതെന്താ നിനക്ക് അറിയാത്തേ? ബ്രിജീത്തയ്ക്ക് ദേഷ്യം വന്നു. ബ്രിജീത്തയുടെ അപ്പൻ ഉള്ളപ്പോൾ ദേഹരക്ഷയ്ക്ക് എല്ലാ കൊല്ലവും ബ്രാത്ത് വെച്ച് കഴിക്കാറുള്ളതാണ്. ഒരാടിനെ കൊന്നാൽ 4 കാലും തലയും സൂപ്പിന്, ബാക്കി ബ്രാത്തിന്. അപ്പനുള്ളപ്പോൾ എന്തെല്ലാം തിന്നിരിക്കുന്നു. ഇപ്പോഴാണ് ഒന്നും തിന്നാൻ കിട്ടാണ്ടായ. എന്തൂട്ടാ ഇതിനൊക്കെ ഒരു മറുപടി? ജനിച്ചേ പിന്നെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് വെച്ചുണ്ടാക്കി കൊണ്ടുവരാൻ കൽപ്പിക്കുന്നത്. ലൂസി പടിക്കൽ കാത്തുനിന്ന് വെപ്പുകാരൻ ലാസറേട്ടൻ്റെ കെട്ടിയോളെ കണ്ടുപിടിച്ചു. ബ്രാത്തിൻ്റെ കാര്യം പറഞ്ഞു. ലാസറേട്ടൻ ബ്രാത്ത് വെക്കുമോ? കെട്ടിയോൾക്ക് അറിഞ്ഞുകൂടാ. ലാസറേട്ടനെ പറഞ്ഞു വിടാമെന്ന് അവർ സമ്മതിച്ചു. ലൂസി ചോദിച്ചോ? ലാസറിന് ആടിനെ പിടിച്ചു കൊടുത്തത് ലൂസിയാണ്. അവളുടെ മുഖത്ത് ഒരു കടുപ്പമുണ്ടായിരുന്നു. കർപ്പൂസ് എന്നു പേരുള്ള മിടുക്കനായ ആട്ടിൻകുട്ടിയെ ലാസറും ലൂസിയും ആടിനെ വെട്ടുന്ന കൃഷ്ണനും കൂടി കൊല്ലുന്നതും തോല് ചീന്തുന്നതും കഷ്ണങ്ങളാക്കുന്നതും കണ്ടുനിന്ന ആടുകൾ ലൂസിയെ അവിശ്വസിച്ചു. ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് ചെയ്യായിരുന്നില്ലേ ഈ പാതകം? ആടുകൾ ചോദിച്ചു. ലൂസി തിരിഞ്ഞു നോക്കി. ഇങ്ങനെയൊക്കെയാണ് ജീവിതം, അവൾ പറഞ്ഞു. ആടുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലൂസി രക്ഷകയോ ശിക്ഷകയോ അവറ്റ ആലോചിച്ച് വിഷമിച്ചു. എന്നാണാവോ ബ്രിജീത്തയുടെ കണ്ണ് തൊഴുത്തിലേക്ക് തിരിയുക? ചോരയിൽ കുതിർന്ന കൈ കഴുകുമ്പോൾ ലൂസി വിചാരിച്ചു. ചോര കണ്ട് പേടിച്ച പശുക്കൾ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ലൂസിക്ക് ദേഷ്യം വന്നു. എന്തൂട്ടിനാ എന്നെ നോക്കണേ? വല്ല പുല്ല വയ്ക്കോല വെള്ള വേണമെങ്കിൽ ചോദിച്ചാൽ തരാം. അല്ല പിന്നെ. ബ്രിജീത്തയുടെ ആങ്ങളയുടെ മോൻ്റെ മോൻ വിൽസനെയും കൂട്ടി ചേറു ബ്രിജീത്തയെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നു. ചെറുവിൻ്റെ കാറിൽ അവൻ വന്നിറങ്ങുമ്പോൾ ബ്രിജീത്ത കൽക്കണ്ടം തിന്നുകയായിരുന്നു. വിൽസനെ കണ്ടതിൽ ലൂസി തൊഴുത്തിൻ്റെ പിന്നിലേക്ക് പോയി. ആ കന്നാലിയേക്കാളും നല്ലത് ഈ കന്നാലികളാണ്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞില്ല. വിൽസന്റെ തല അടുക്കള വാതിൽക്കൽ കണ്ടു. ഡേ ലൂസിയേ, അമ്മായിനെ ഒന്ന് മുണ്ട് മാറ്റിച്ചേരി, വിൽസൺ വിളിച്ചു പറഞ്ഞു. ലൂസി വന്നു നോക്കുമ്പോൾ ബ്രിജീത്ത കൽക്കണ്ടം തീറ്റ തുടരുകയായിരുന്നു. ഒരു ഇളിഞ്ഞ ചിരിയോടെ ചേറു തിണ്ണയിലിരിക്കുന്നുണ്ട്. ബ്രിജിത്തേച്ചിരെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാ നടക്കും, ചേറു പറഞ്ഞു. മനക്കിനി എൻ്റെ അനുഗ്രഹത്തിൻ്റെ കുറവാണ്. ബ്രിജീത്ത ഒരു കൽക്കണ്ടം കടിച്ചു പൊട്ടിച്ചു. വിൽസൺ ചെന്ന് ചാരുകസേരയുടെ കയ്യിലിരുന്നു. ബ്രിജീത്തയുടെ തലയിൽ കൈയോടിച്ചു. അമ്മായി ഇങ്ങനെ കിടാങ്ങളെ പോലെ വാശി പിടിക്കാണ്ട് എഴുന്നേറ്റ് മുണ്ടുമാറിയേ. നീ എന്തുട്ടുണ്ട് ഈ പെണ്ണെ നോക്കി നിൽക്കണേ? അമ്മായിക്ക് ആ മുണ്ടും കുപ്പായം എടുത്താ കൊടുക്ക്. ബ്രിജീത്തയുടെ അനുവാദം കിട്ടാതെ ലൂസി ചെറുവിരൽ അനക്കാൻ പോകുന്നുണ്ടോ? വിൽസൺ പറഞ്ഞതുകൊണ്ട് ബ്രിജീത്ത മുണ്ടുമാറാൻ പോകുന്നുണ്ടോ? ഒന്നും ഉണ്ടായില്ല. വിൽസൺ ഒച്ച താഴ്ത്തി ബ്രിജീത്തയുടെ ചെവിയിൽ പറഞ്ഞു. ദേ, ഞാനായിട്ട് പല ഇടപാടുകളും ഉള്ള ആളാണ് ചെറുവേട്ടൻ. അപ്പൻ്റെ ബിസിനസ് പൊളിഞ്ഞപ്പോൾ ചെറുവേട്ടനാണ് നമ്മളെ സഹായിച്ചത്. അമ്മായിയായിട്ട് ഇത് കൊളാക്കണ്ടാട്ടാ. ഭാവിയിലും ചെറുവേട്ടനെ കൊണ്ട് എനിക്ക് ഉപകാരമുള്ളതാണ്. വിൽസന്റെ ഒച്ചയിൽ ഒരു പോലീസുകാരൻ വടി പിടിച്ചു നിന്നു. ചേറുവിൻ്റെ അടവ് വേറെയായിരുന്നു. ചേറു പറഞ്ഞു.
ചെറൂസ് ടാക്കീസിൻ്റെ കൂടെ ഒരു ചെറിയ കോഫി ഹൗസ് ഉണ്ട്. അവിടുത്തെ കാപ്പിയാണ് കാപ്പി. മസാല ദോശയാണ് മസാല ദോശ. തിന്നിട്ടുണ്ടാ മസാല ദോശ? ബ്രിജീത്ത എഴുന്നേറ്റ് മുണ്ടും കുപ്പായവും മാറി ആഭരണങ്ങൾ ഇട്ടു, പൗഡർ ഇട്ടു, സെന്റ് പൂശി ഇറങ്ങി. അപ്പ ലൂസിയ അവള് വരണില്ലേ? വിൽസൺ ചോദിച്ചു. ചോദിക്കണ കേട്ടാൽ തോന്നുന്നു ലൂസി വരുന്നില്ലെങ്കിൽ അവൻ ചത്തുപോകുന്നു. ബ്രിജീത്ത അവൻ്റെ മൂത്തും കൂടി നോക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങി. അയ്യോ അമ്മായിയെ, അവിടെ ഭയങ്കര തിക്കും തിരക്കോ ഔട്ടാ. അതിൻ്റെ ഇടയിൽ പെട്ട് പഴുത ചാവാനാണ് വയസ്സുകാലത്ത്. വയസ്സുകാലത്താ? ആരുടെ വയസ്സുകാലത്ത്? പോട ചെക്ക അവിടുന്ന്. ബ്രിജീത്ത മോന്ത വെറുപ്പിച്ചുകൊണ്ട് കാറിൽ കയറിയിരുന്നു. സഹായിക്കാൻ ചെന്ന ചെറുവിനോട് തട്ടിക്കേറി. ആദ്യമായിട്ടൊന്നും അല്ലറ ബീച്ചിത്ത കാറിൽ കയറണേ. എനിക്ക് ആരെയും സഹായം വേണ്ട. കാറിൽ കയറി ഇരുന്നിട്ടാണ് ബ്രിജീത്ത ലൂസിയെ വിളിച്ചത്, കൂടെ ചെല്ലാൻ കൽപ്പിച്ചത്. ഉടുത്ത മുണ്ടാൽ ഇറങ്ങി ചെല്ലാൻ പറ്റുമോ? വിൽസനും ചെറുവും തിരക്ക് കൂട്ടിയെങ്കിലും ലൂസി തലയണയ്ക്കിടയിൽ മടക്കി വെച്ചിരുന്ന മുണ്ടും കുപ്പായവും ഉടുത്തു. അലക്കിയ തോർത്തുമുണ്ട് തോളിലിട്ടു. മുടി കോർത്തു വലിച്ചു കെട്ടി കൊണ്ടസൂചി കുത്തി മുടി മെടഞ്ഞിടാനാണ് ലൂസിക്ക് ഇഷ്ടം. ബ്രിജീത്ത സമ്മതിച്ചില്ല. ലൂസിക്ക് ഉള്ളതിനേക്കാളും പ്രായം തോന്നിക്കാൻ കാരണം ഈ മുടിക്കെട്ടാണ്. അയ്യേ, ഈ വേഷത്തിലാ? നീ എന്താ അമ്മീമിണ്? പോയി സാരി ഉടുത്തിട്ട് വാടി, വിൽസൺ കൽപ്പിച്ചു. ലൂസിക്ക് ചിരി വന്നു. സാരിയേ? ഈ മുണ്ടും കുപ്പായവും കിട്ടുന്നത് തന്നെ അത്ഭുതമാണ്. സാരി? പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ അവൾ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. പറഞ്ഞത് കേട്ടില്ലേ സാരി ഉടുക്കാൻ? വിൽസൺ പിന്നാലെ വന്നു. ഇങ്ങോട്ട് കയറി. ബ്രിജീത്തയ്ക്ക് വിൽസന്റെ കൊന്നിക്കൊന്നു കൊടുക്കാനുള്ള ദേഷ്യമാണ് വന്നത്. അയ്യേ, എന്തുട്ടമ്മായി പറയണേ? ഇന്നത്തെ കാലത്ത് തള്ളാരല്ലാണ്ട് ആരെങ്കിലും മുണ്ടും കുപ്പായം ഇടുവോ? ഇല്ലറാ, ഒക്കെ തുണി അഴിച്ചിട്ടിട്ടാ നടക്കാറ്. വണ്ടി വിടറാ. ബ്രിജീത്ത പിൻസീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. വിൽസനും ചെറുവും മുഖത്തോട് മുഖം നോക്കി. ചെറു പറഞ്ഞു, അയിലും ഉണ്ടറാ ഒരൈശ്വര്യം. ലൂസി ഒരു ഗ്രാമീണ സുന്ദരിയാണ്. ഗ്രാമീണ സുന്ദരി? നീ പാടാത്ത പൈങ്കിളി കണ്ടിട്ടുണ്ടാ? മിസ് കുമാരിയുടെ വേഷം തുട്ടണ് മുണ്ടും കുപ്പായല്ലേ? അതാ പറഞ്ഞേ. നീയ് ഓവറാവണ്ട. ചെറുവും വിൽസനും ലൂസിക്ക് ഇഷ്ടമില്ലാത്ത തരം ചിരികൾ കൈമാറി കണ്ണുകൾ ഇറുക്കിക്കാട്ടി. ചെറൂസ് ടാക്കീസ് ഇരിക്കുന്ന വെളിമ്പറമ്പ് തൻ്റെ സ്ഥലമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബ്രിജീത്ത കൂട്ടാക്കിയില്ല. ലൂസി നുണ പറയുകയാവും. ഇപ്പം ഇവളുടെ തൊഴിൽ അതാണ്. ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് ബ്രിജീത്തയെ പേടിപ്പിക്കുക, കളിയാക്കുക, കുരങ്ങ് കളിപ്പിക്കുക. നിഷേധി. തിക്കും തിരക്കിൻ്റെ ഇടയക്കൂടെ ബ്രിജീത്തേനെ ഒന്നകത്തേക്ക് കടത്താൻ ചെറു പെടാപ്പാട് വിട്ടു. ചെറൂസ് ടാക്കീസിലെ ആദ്യത്തെ പ്രദർശനം ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. കാശ് കൊടുക്കണ്ട. മറിയാപുരത്തുള്ളവർ മുഴുവൻ ചട്ടിയും കുട്ടിയും പറക്കി എത്തിയിട്ടുണ്ട്. പൊരിഞ്ഞ ഇടി, ഉന്ത്, തള്ള്, തെറി, മുറിവ്, ചതവ്. സിനിമ തുടങ്ങാൻ വൈകുന്നതിന് അകത്തിരിക്കുന്ന കുറുക്കന്മാരുടെ കൂക്ക്. മെത്രാൻ വന്ന് വെഞ്ചരിച്ച് 2 വാക്ക് പ്രസംഗിച്ചിട്ട് വേണം സിനിമ തുടങ്ങാൻ. അതുവരെ പാട്ട് വെച്ച് തകർക്കാൻ ചെറു പറഞ്ഞു. കൃത്യം 2 മണിക്ക് മെത്രാൻ എത്തി. വെഞ്ചരിപ്പിനും പ്രസംഗത്തിനും പ്രാർത്ഥനയ്ക്കും കൂടി ആകെ 25 മിനിറ്റ് മതി. കൃത്യം 2:30 ന്യൂസ് റീൽ ഇടും. പ്രൊജക്ഷൻ റൂമും അതിലെ ഉപകരണങ്ങളും വാഴ്ത്തപ്പെട്ടതായി. സ്ക്രീനും ചുവരുകളും ബെഞ്ചും കസേരകളും മറിയാപുരത്തെ സിനിമാ പ്രേമികളും ഒക്കെ ആശീർവദിക്കപ്പെട്ടു. ഹനാൻ വെള്ളം തളിച്ചുകൊണ്ട് മൃദുവായ ഒച്ചയിൽ മെത്രാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ എളിയദാസനും ഞങ്ങളുടെ സഹോദരനുമായ ചെറു തുടങ്ങി വയ്ക്കുന്ന ഈ ടാക്കീസിനെ സകല വരപ്രസാദങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. നന്മയിലും സ്നേഹത്തിലും അടിയുറച്ച ക്രിസ്തീയ പടങ്ങളുടെ ഒരു പ്രദർശനശാലയായി ഈ ചെറൂസ് ടാക്കീസിനെ ഉയർത്തേണമേ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ചെറുവിനെ പ്രാപ്തനാക്കണമേ. ഇവിടെ ഓടുന്ന പടങ്ങൾ കാണാനെത്തുന്ന സകല ജനങ്ങളെയും സകല ഐശ്വര്യങ്ങളെയും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കുഞ്ഞിനെ പോലെ ചിരിക്കുന്ന മെത്രാൻ ബ്രിജീത്തയുടെ കയ്യിൽ കത്തിച്ച മെഴുകുതിരി കൊടുത്തു. ബ്രിജീത്ത നിലവിളക്ക് കത്തിച്ചു. ചെറു 2 വാക്ക് മറുപടി പ്രസംഗം പറഞ്ഞു. ഒരു നാടായാൽ ഒരു ടാക്കീസ് വേണം. ടാക്കീസ് ഇല്ലാത്ത നാട് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. തൃശ്ശൂർ അങ്ങാടിയെ പോയി ഇടി കൂടണ നേരം ഉമ്മക്ക് ഉമ്മടെ നാട്ടിലെ ടാക്കീസിൽ കിടന്ന് ഇടി കൂടിക്കൂടെ?
ഞാനിവിടെ നല്ല നല്ല പടങ്ങൾ കൊണ്ടുവരും. നാട്ടുകാരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. മറിയാപുരത്തുകാർ കൂകി പ്രസംഗം നിർത്തി. ചേറു സീറ്റിലിരുന്നതും ബ്രിജീത്ത ചോദിച്ചു, എവിടറാ മസാല ദോശ? ചേറു ഞെട്ടിപ്പോയി. തള്ള അതും കൊരട്ടയിൽ വെച്ചിരിക്കണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് തീറ്റ നിർത്തി ബ്രിജീത്ത ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി ഉറങ്ങി മുഖം വീർത്തു. കണ്ണിൻ്റെ കട ചോന്നു. നാവും ചുണ്ടും ഉണങ്ങി. ലൂസിക്ക് കഷ്ടപ്പാടായി. നേരത്ത് കുലുക്കി ഉണർത്തി എന്തെങ്കിലും കഴിപ്പിക്കണ്ടേ? നിന്നും ഇരുന്നും നടന്നും ഉറങ്ങുകയാണ് ബ്രിജീത്ത. എളേമേ പലതവണ ലൂസി വിളിച്ചു. ആര് കേൾക്കണു? കുളിമുറിയിൽ കൊണ്ടിരുത്തി മേത്ത് വെള്ളം വീഴ്ത്തിയപ്പോൾ ബ്രിജീത്ത ഞെട്ടി ഉണർന്നു. എന്താണ്ടിയേ, കൊല്ലാനാ? ലൂസിക്ക് ആശ്വാസമായി. ഒച്ച കേട്ടൂലോ. ഒന്ന് കണ്ണും തുറന്നു. പക്ഷെ തല തോർത്തുമ്പോഴേക്കും 36 ഉറങ്ങിത്തുടങ്ങി. നടക്ക് എളേമേ, 2 അടിയും കൂടിയേ ഉള്ളോ, കട്ടുമ്മലിക്ക് ഇപ്പം എത്തും. ആര് കേൾക്കണു? താങ്ങി താങ്ങി ബ്രിജീത്തയെ കാട്ടിലെത്തിക്കുമ്പോഴേക്കും ലൂസിയുടെ തണ്ടലൊടിഞ്ഞു. ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റിയ മുതലെങ്ങാനും ആണോ ബ്രിജീത്ത? കട്ടുമ്മലിരുത്തി മേല് തോർത്താന്ന് വെച്ചപ്പോൾ ഇഷ്ടത്തിയാര് ഉറക്കം തൂങ്ങി കുഴഞ്ഞാ പോയി. ഒരു തരത്തിൽ മുണ്ടുടുപ്പിച്ചു. ഞൂറിയാനൊന്നും പോയി. വെറുതെ വട്ടം ചുറ്റി ഉടുപ്പിച്ചു. കുപ്പായം കുത്തിക്കയറ്റാനാണ് പെടാപ്പാട് പെട്ടത്. ഒന്നും കൂടി തല തോർത്തി ഇത്തിരി ചൂടുള്ള വെണ്ണീർ നിറന്തലയിൽ തിരുമ്പി ചൂടാക്കി മുടി ഈരി ഒതുക്കി മൂത്ത് കുറച്ച് പൗഡറും ഇട്ടുകൊടുത്തു. ഉറക്കത്തിനിടെയാണ് തീറ്റ കൊടുക്കൽ. ചിലപ്പോൾ വായ തുറക്കും, ചിലപ്പോൾ തുറക്കൂല്ല. ലൂസി വലഞ്ഞു. എന്തുട്ടെങ്കിലും ഉള്ളിലേക്ക് ചെന്നില്ലെങ്കിൽ ഏറ്റ് നടക്കാനാവതുണ്ടാവോ? വായ കഴിക്കാനും പറ്റില്ല. ഊർക്കം വലിച്ചാണ് ഉറക്കം. ലൂസി എന്ത് ജോലി ചെയ്യുമ്പോഴും കൂടെ ഒരു പിന്നണിപ്പാട്ട് പോലെ ബ്രിജീത്തയുടെ ഒച്ച ഉണ്ടായിരുന്നു. ഒന്നാലേ ചീത്ത പറച്ചിലായിട്ട്, അല്ലെങ്കിൽ മൈസ്രേട്ടിൻ്റെ കൽപ്പനയായിട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു ചുമയോ മൂളിച്ചയോ ആയിട്ട്. പെട്ടെന്ന് ആളനക്കം പോയി. മിണ്ടാട്ടമില്ല, ഉരുവാട്ടമില്ല എന്നായപ്പോൾ ലൂസിക്കാകെ ഒരു തപ്പൽ വന്നു. എടുത്തതും പിടിച്ചതും കിട്ടാണ്ടായി. ഒച്ചയില്ലാത്ത ആ വീട്ടിൽ അടഞ്ഞ വാതിലുകൾക്കും ജനാലകൾക്കും അകത്ത് അടുക്കളയ്ക്കും ബ്രിജീത്തയ്ക്കും ഇടയിൽ പലതവണ അവൾ ഓടിക്കൊണ്ടിരുന്നു. എളേമേ, എളേമേ. വാതിലും ജനലും അടച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരിളം ഇരുട്ടാണ് ആ വീട് നിറയെ. ഇത്രയേറെ പരിചയിച്ചിട്ടും ഇപ്പോഴും ഇരുട്ടിൽ ഉയർന്ന കട്ടിളപ്പടി തട്ടി ലൂസി വീഴാൻ പോകുന്നു. രാവിലത്തെ പോലെ തന്നെയായിരുന്നു ഉച്ച. പണിത്തിരക്ക്, ആടുകൾ, കോഴികൾ, പശുക്കൾ, പാത്രങ്ങളുടെ കൂട്ടിമുട്ടൽ, കപ്പിയുടെ ഉരച്ചിൽ, വെള്ളത്തിൻ്റെ ഒച്ച, കാക്കകളുടെ വിളികൾ, അരി തിളയ്ക്കൽ, കൂട്ടാൻ്റെ മണം. ലൂസിക്ക് നിന്ന് തിരിയാൻ നേരമില്ല. എന്നാൽ ലൂസി പോലും അനങ്ങാത്ത ഉച്ചകളിൽ ബ്രിജീത്തയെ നോക്കിയിരിക്കെ ലൂസിക്ക് പേടിയായി. ഇടയ്ക്ക് അവൾ ഒരു ടിന്നോ പാത്രമോ എടുത്ത് നിലത്തിട്ടു. മുമ്പൊക്കെ കരിപ്പു നേരത്ത് മുരിങ്ങയിലകൾ കൊഴിയുന്ന ഒച്ച കേട്ടിരുന്ന ലൂസിക്ക് ഇപ്പോൾ ആ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുതിരുന്തോറും ഓരോരോ കഴിവുകളായി മനുഷ്യർക്ക് നഷ്ടപ്പെടും. 2 മുരിങ്ങമരങ്ങൾക്കിടയിലൂടെ കാണാവുന്ന ആകാശം നോക്കി ലൂസി വെറുങ്ങലിച്ചു നിൽക്കും. ഒരു കയ്യിൽ കരി പിടിച്ച അരിക്കലാമ്പും കൊണ്ട് രാത്രി നടന്നു വരുന്നത് കാണുമ്പോൾ നെഞ്ചിടിപ്പോടെ അവൾ അടുക്കളവാതിലടയ്ക്കും. രാത്രി അകത്തും പുറത്തുമുണ്ട്. അകത്തുള്ള രാത്രിയുടെ കടുപ്പവും വേദനയും വിങ്ങലും മരവിപ്പും ലൂസിക്കറിയാം. രക്തോട്ടമില്ലാത്ത രാത്രികളാണവ. സമാധാനമില്ലാത്തവ, സുഖമില്ലാത്തവ, കൂട്ടില്ലാത്തവ. രാത്രികൾ ഉറങ്ങാനുള്ളവ മാത്രമല്ലെന്ന് ലൂസിക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. അടച്ചിട്ട വീടിൻ്റെ അകത്തെ രാത്രികളുടെ പല സാധ്യതകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ലൂസി കാൽമുട്ടുകളിൽ തല തൊടും വിധം ദേഹം വളച്ച് ഒരു പുഴുവിനെ പോലെ ചുരുണ്ടു കിടക്കും. കൂട്ടില്ലാത്തവളുടെ നീണ്ട നിലവിളി പോലെയാണ് അവൾ അതിനെ കണ്ടത്. ഇതല്ല, ഇങ്ങനെയല്ല വേണ്ടതെന്ന് അവളുടെ ശരീരം 4 വശത്തേക്കും അവളെ കൂട്ടി വലിച്ചുകൊണ്ടിരുന്നു. അടച്ചിട്ട ജനാലകൾ രാത്രികളിൽ അവളെ വീർപ്പു മുട്ടിച്ചു. കരിപ്പ് വീഴും മുമ്പേ ബ്രിജീത്ത ജനാലകൾ അടപ്പിച്ചു. പുറത്തെ രാത്രികൾ എന്താണ് ലൂസിക്ക് അറിഞ്ഞുകൂടാ. ഇരുട്ടും പേടിയും മാത്രമാണോ അതിൻ്റെ രക്തോട്ടത്തിൻ്റെ വഴികൾ? അതോ കള്ളനും നിലാവുമാണോ? പാമ്പും പരദേശിയും പൂക്കളും പിശാചുമാണോ പുറത്തെ രാത്രി? എന്നാണ് ലൂസി നക്ഷത്രങ്ങളെ കണ്ട് കണ്ണു നിറച്ച് രാവു വെളുപ്പിക്കുക. നക്ഷത്രം കാണുക? നീ എന്താ ഉള്ള കുട്ടീണ്? അയറ്റാണ്ട് ജനാല അടക്കരി.
ബ്രിജീത്തയ്ക്ക് നക്ഷത്രം, ആകാശം, പൂക്കൾ, കിളികൾ, വെള്ളം, വെളിച്ചം, കാറ്റ്, മഴ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇതിലെന്തൂട്ടണ് ഇത്ര വലിയ അത്ഭുതം? ജനിച്ചപ്പേ തൊട്ട് കാണുന്നതല്ലേ? ബ്രിജീത്ത നീരസത്തോടെ ചോദിക്കും. സൗന്ദര്യബോധമില്ലാത്തവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? റോസാപ്പൂവ് തിന്നും, അതിനെ ഒന്ന് നോക്കുകയോ മണപ്പിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യില്ല. അല്ലെങ്കിലും ബ്രിജീത്ത ആരെയെങ്കിലും എന്തിനെങ്കിലും എപ്പോഴെങ്കിലും ഉമ്മ വെച്ചിട്ടുണ്ടാ? ഒരു ചിരട്ടക്കൈയിൽ തേച്ച് കഴുകി വൃത്തിയാക്കി സന്തോഷം വന്നാൽ മതി, ലൂസി അതിനെ ഉമ്മ വയ്ക്കും. ബ്രിജീത്ത കർത്താവിൻ്റെ രൂപം തൊട്ട് മുത്തണതും കൂടി കടമ കഴിക്കണ പോലെയാണ്. ഏളേമേ, ലൂസി വിളിച്ചു ഉണർത്തി. ഇത്തിരി വെള്ളം കുടിപ്പിക്കണം, ചുണ്ടും നാവും ഉണങ്ങാതെ നോക്കണ്ടേ. ഉറക്കത്തിൻ്റെ വരം കിട്ടിയവളെ പോലെ അമ്പലച്ച് ഉറങ്ങുകയാണ് ആശാത്തി. ആ വീട്ടിനകത്തെ ഒച്ചയില്ലായ്മയെ ഒരു ചില്ലുപാത്രം തകർക്കുന്നത് പോലെ തകർക്കാൻ ലൂസിയുടെ കൈ തരിച്ചു. ബ്രിജീത്തയുടെ ചൂടുപറ്റി കിടന്നുറങ്ങുന്ന നാഷണൽ പാനാസോണിക്കിൻ്റെ മോണോസൈറ്റ് ലൂസി വളരെ സൂക്ഷിച്ച് കയ്യിലെടുത്ത് വിരലമർത്തിയതും ബ്രിജീത്ത ഉറക്കെ പാടി, വരുന്നു ഞാൻ, വരുന്നു ഞാൻ, ജന്മദേശമേ കേരളമേ, വരുന്നു ഞാൻ, വരുന്നു ഞാൻ. ലൂസിയുടെ ഉള്ളു നീറി. ഒടുവിൽ ബ്രിജീത്ത ഇല്ലാതാവുകയും ബ്രിജീത്തയുടെ പാട്ട് മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന ദിവസം ലൂസി എന്തു ചെയ്യും? അവൾ കുനിഞ്ഞ് ബ്രിജീത്തയുടെ മുഖത്തോട് മുഖമടുപ്പിച്ച് കാതിൽ മെല്ലെ വിളിച്ചു, ഏളേമേ, ഒന്ന് എഴുന്നേറ്റേ. റോസാപ്പൂവിൻ്റെ മണം അവളുടെ ദേഹത്തേക്ക് ഇരച്ചു കയറി. ചൈത്താന്മാർ, സിനിമാ പാട്ട്, വണക്കമാസപ്പാട്ട്, രമണൻ, പുത്തമ്പാന, തിരുക്കുറള്, ജനഗണമന ബ്രിജീത്ത പാടി നിറച്ചിരിക്കുകയാണ്. ഒന്നിനു പിന്നാലെ ഒന്നായി, തുടക്കവും ഒടുക്കവുമില്ല, ഈണവും താളവുമില്ല. 4 വരി, ഒരു കഷ്ണം. ഇടയ്ക്ക് ലൂസിയെ പറയുന്ന തെറികളുമുണ്ട്. എൻ്റെ കൈയോണ്ട് കെട്ടിച്ചു വിടുന്നണ് നിന്റെ വിചാരം? ആ പൂതിയ കളഞ്ഞോട്ടാ. അത്രയ്ക്ക് അടക്കാൻ പറ്റണില്ലെങ്കിൽ നിന്റെ അമ്മേരെ പോലെ ഓടിയാ വക്രീ. ആർക്കാ ഛേദം? നിന്നെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല ഉണ്ടാ. എനിക്ക് ആണും വേണ്ട തൂണും വേണ്ട. നിനക്ക് വേണമെങ്കിൽ നീ ഓടിപ്പൊക്കോ. എന്തുട്ടുണ്ട് ലൂസി മോളെ ഇങ്ങനെ ഉറക്കം? വയസ്സായവർ ഉറങ്ങും, എന്നാലും ഇങ്ങനെ അന്തി പകലുമില്ലാണ്ട് ഉറക്കണ്ടോ? ചെറോണ ചോദിച്ചു. എത്ര വയ്യെങ്കിലും ഇഴഞ്ഞു വലിഞ്ഞ് ചെറോണ ലൂസിയുടെ അടുത്തെത്തും. ബ്രിജീത്തയുടെ ഉറക്കം അത്ര പന്തിയല്ലെന്ന് ചെറോണയ്ക്ക് തോന്നി. തള്ള കറുപ്പ് തിന്നുന്നുണ്ടാ? കറുപ്പ് എന്താണെന്ന് ലൂസിക്ക് അറിയില്ല. ചെറോണ പറഞ്ഞു, ഉറങ്ങാൻ ബെസ്റ്റാണ്. അരിമോനും കിരിമോനും മുല കുടിക്കണ പരുവത്തിൽ ഇത്തിരീശ കറുപ്പാ കൊടുത്ത് ഉറക്കിക്കിടത്തിയിട്ട് ആണ് ചെറോണ അലക്കാൻ പോവുക. ആൾക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ അരിമോനും കിരിമോനും സുഖമായിട്ടാ കിടന്നുറങ്ങിക്കോളും. ഒരു വാശിയില്ല, വഴക്കൂല്ല. ഉമ്മക്ക് പണിയെടുക്കാനും പറ്റും. ചെറോണയും ലൂസിയും കൂടി ബ്രിജീത്തയുടെ മടിശീലയിലും തലയണക്കടിയിലുമൊക്കെ കറുപ്പ് തിരഞ്ഞു. കിട്ടിയില്ല. ചെറോണയ്ക്ക് അത്ഭുതം തോന്നി. തിന്നണുണ്ട്, കുടിക്കണുണ്ട്, മുള്ളാനും തൂറാനും പോണുണ്ട്. പിന്നെ എന്തൂട്ട് ഉറക്കണത്? എന്തൂട്ട് പണ്ടാറായാലും വേണ്ടില്ല. ലൂസി മോള് തള്ളേരെ ആൾക്കാരെ വിവരം അറിയിച്ചാ അതാണ് നല്ലത്. ലൂസി തൊമ്മാനച്ഛന് കത്തെഴുതി. 4-ാം ദിവസം രാവിലെ വാതിൽക്കൽ മുട്ടുകേട്ട് ലൂസി പേടിച്ചു പോയി. ആരാങ്ങാണ്ട് വാതിൽ ഇടിച്ചു തകർക്കുകയാണെന്നാണ് അവൾക്ക് തോന്നിയത്. ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരുമായിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത 124 പേര് നിൽക്കുന്നു. പല പല കാറുകൾ ഗേറ്റിനകത്തേക്ക് കടന്നു വരുന്നു. ലൂസി വാതിൽ തുറന്നതും അവളെ ഇടിച്ചു മാറ്റിക്കൊണ്ട് 124 ആളുകളും അകത്തേക്ക് ഇരച്ചു കയറി. ബ്രിജീത്ത പെങ്ങളെ, നാത്തൂനെ, ചെടുത്തിയാരെ, മുത്തന്മാരെ, കണ്ണുറന്നേ, ഇങ്ങോട്ട് നോക്കിയേ. ലൂസി പകച്ചു നിന്നു. പെട്ടെന്ന് വീടും പറമ്പും ആളുകളെ കൊണ്ട് നിറഞ്ഞു. എലികൾ പായും പോലെ അതിലെയും ഇതിലെയും കുട്ടികളും പെണ്ണുങ്ങളും പാഞ്ഞു. അടഞ്ഞുകിടന്ന വാതിലുകളും ജനാലകളും ചടപടെ തുറന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ വീട് ഒച്ച കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പണിക്കാരത്തി പെണ്ണവിടെ? ഇത്തിരി ചായരളം വെക്കാൻ പറഞ്ഞേ. ലൂസി വലിയ ചെമ്പ് തേച്ചു കഴുകി 124 ആൾക്ക് ചായ വെച്ചു. പാല് തികയില്ല. ആരോട് പറയണം? ലൂസി പകച്ചു നിന്നു. എനിക്കമ്മയ്യേ, ഇതെന്തോട്ട് ഉറക്കണത്? എനിച്ചേ,
എനിക്കങ്ങട് ആ എല്ലാവരും കൂടെ കുത്തിപ്പൊക്കി ബ്രിജീത്തയെ എഴുന്നേൽപ്പിക്കുന്നത് അടുക്കളയിൽ നിന്നുകൊണ്ട് ലൂസി അറിഞ്ഞു. വല്ലായ്മയോടെ അവൾ എത്തി നോക്കി. 124 പേർ പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ബ്രിജീത്തയെ കാണാൻ കഴിഞ്ഞില്ല. ഇത്തിരി വെള്ളം എടുത്തേ, മേത്താ ഒഴുക്കി. ആ അതന്നെ, അങ്ങനെ ഒരു ഉറക്കണ്ട. ബ്രിജീത്തപ്പങ്ങളെ ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഞാനാണ് ചാണ്ടി. കണ്ണുറന്നേ. ചാണ്ടിയെ ലൂസി അറിയില്ല. അവിടെ കൂടിയ പലരെയും ലൂസി അറിയില്ല. വിൽസൺ, അവൻ്റെ പെണ്ണ്, കിടാങ്ങള്, സലീനയുടെ അപ്പനും അമ്മയും, തൊമ്മാനച്ഛൻ, അച്ഛൻ്റെ പെങ്ങൾ, മാതിരേച്ചിയുടെ മാപ്പിള പാലുണ്ണിയേട്ടൻ, അങ്ങനെ ഒരു 5-6 ആളെ ലൂസിക്ക് പരിചയമുണ്ട്. അങ്ങനെ അതന്നെ, അങ്ങോട്ട് പൊന്തട്ടെ. ആ പിന്നെ കേട്ടത് വീട് കുലുങ്ങുന്ന ചിരിയാണ്. അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ലൂസി വിഷമിച്ചു. ചായയ്ക്ക് വെച്ച വെള്ളം തിളയ്ക്കുന്നതിനു മുമ്പ് 2 കാറ് നിറയെ അച്ഛന്മാരും കന്യാസ്ത്രീകളും വന്നിറങ്ങി. ബ്രിജീത്തയുടെ കൂട്ടക്കാരും ശേഷക്കാരുമാണ് 5 അച്ഛന്മാർ, 7 കന്യാസ്ത്രീകൾ. പെട്ടെന്ന് ബഹളം നിലച്ചു. അമ്മായിക്ക് എന്തു പറ്റി? പുണ്യം നിറഞ്ഞ ഒരൊച്ചയിൽ ഒരു കന്യാസ്ത്രീ ചോദിക്കുന്നത് ലൂസി കേട്ടു. തുടർന്ന് കന്യാസ്ത്രീകളുടെ സമാധാന വാക്കുകൾ മഴച്ചാറൽ പോലെ വീടിനുമേൽ വീണുകൊണ്ടിരുന്നു. ലൂസി 5 അച്ഛന്മാർക്കും 7 കന്യാസ്ത്രീകൾക്കും ഉള്ള ചായയ്ക്ക് കൂടി വെള്ളം വെച്ചു. അടുപ്പിൻ്റെ 3 വശത്തും കലകലാ ഉണങ്ങിയ വിറകുകൊള്ളികൾ തിരുകി. കുനിഞ്ഞു നിന്ന് അടുപ്പ് ഉതുകയായിരുന്നു ലൂസി. അവളുടെ ചന്തയിൽ ഞൊറിവാലിനടിയിൽ ആരോ കൈവച്ചു. ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് വിൽസൺ. ലൂസി തീക്കൊള്ളി വലിച്ചൂരി. പിന്നാക്കം ചാടിയിരുന്നില്ലെങ്കിൽ വിൽസന്റെ മോന്ത പൊള്ളിയേനെ. എന്തൂട്ട് കണ്ടിട്ട് നീ കിടന്ന് തിളക്കണേ, വിൽസൺ കോപിച്ചു. അമ്മായിരെ കാലം കഴിഞ്ഞാൽ ഈ തിളക്കലൊക്കെ അവിടെ അങ്ങ് നിൽക്കൂട്ടാ. പിന്നെ നിനക്ക് ഉമ്മളൊക്കെ ഉണ്ടാവുള്ളോ. മര്യാദയ്ക്ക് ഉമ്മളെയൊക്കെ മൈൻഡ് ചെയ്ത് ജീവിച്ചാൽ നല്ലതാണ്. വെട്ടണ പോത്തിൻ്റെ പോലെ ചവിട്ടും കുത്തുവായ അതേ നോക്കിയേ ലെവലാവില്ലേട്ടാ, വിൽസൺ പറഞ്ഞു. അന്നുവരെ കാണാത്ത ഒരു വിൽസനെയാണ് ലൂസി കണ്ടത്. പുറത്തേക്ക് കാട്ടാത്ത ഒരു നടുക്കം അവളുടെ ഉള്ളിലുണ്ടായി. എന്തൂട്ടാ വിൽസ ഇവിടെ ഒരു ചിറ്റിക്കളി? ഉയരം കുറഞ്ഞ് ഈ ഉരുണ്ട ഒരു ചേടത്തിയാരി അടുക്കളയിലേക്ക് വന്നു. ചിറ്റിക്കളിയാ? മാതിരിയച്ചയ്ക്ക് എന്താ പ്രാന്തുണ്ടാ? ചിറ്റിക്കളിക്ക് പറ്റിയ ഒരു സാധനം. വിൽസൺ ലൂസിയെ ഒന്ന് അമർത്തി നോക്കിയിട്ട് അകത്തേക്ക് പോയി. ഉള്ള പാലുകൊണ്ട് ലൂസി ചായ കൂട്ടി. കാടിവെള്ളം പോലെയുണ്ട്. അയ്യോ, ഇതൊന്നും അച്ഛന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല, മാതിരി പറഞ്ഞു. മാതിരി ആളെ വിട്ട് പാല് വാങ്ങിപ്പിച്ചു. മാതിരിയെ സഹായിക്കാൻ 2-3 ആളും കൂടി വന്നു. പുതിയ ചായ വെച്ചു. സ്വർണം പോലെ മിന്നുന്ന കൂടുകളിൽ ബിസ്ക്കറ്റുകൾ വന്നു. ഓറഞ്ച്, മുന്തിരി, പൈനാപ്പിൾ, സ്ക്വാഷുകൾ കലക്കി. ഏറ്റവും ഭംഗിയുള്ള ഗ്ലാസുകളും കപ്പുകളും പ്ലേറ്റുകളും പുറത്തേക്കെടുത്തു. എല്ലാം കഴുകി വൃത്തിയാക്കേണ്ട ജോലിയായിരുന്നു ലൂസിക്ക്. സ്വർണ്ണവളകളിട്ട അനേകം കൈകൾ നിർത്താതെ ഇളകിക്കൊണ്ടിരിക്കുന്നത് നോക്കി ലൂസി ഒതുങ്ങി മാറി നിന്നു. ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കറികളും ലൂസിക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല. ബിരിയാണി മതി, പെണ്ണുങ്ങൾ പറഞ്ഞു. അവർ ലൂസിയോട് ഓരോന്ന് കൽപ്പിച്ചുകൊണ്ടിരുന്നു. ഉള്ളിയെടുക്ക്, മുളകെടുക്ക്, നെയ്യെടുക്ക്, ഉപ്പെടുക്ക്, കോഴിയെ നന്നാക്ക്, സവാള അരിയ്. ലൂസി ഇന്നോളം ബിരിയാണി വെച്ചിട്ടില്ല. ബിരിയാണി തിന്നാനും ലൂസിക്ക് ഇഷ്ടമല്ല. സവാള അരിഞ്ഞ് കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ചാടാൻ തുടങ്ങിയപ്പോൾ ലൂസിക്ക് ആശ്വാസമായി. അവൾക്ക് ഒന്ന് കരയണമെന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ബിരിയാണി തിന്നാറായത്. അതുവരെ ലൂസിക്ക് ശ്വാസം വിടാൻ പറ്റാത്ത പണിയുണ്ടായിരുന്നു. പക്ഷേ ലൂസി വിചാരിച്ചു, എടുത്താ കാണാത്ത പണികളാണ്. ബിരിയാണി വെച്ചതിൽ ലൂസിക്കൊരു പങ്കുമില്ല. ലൂസി വെറും കലമൂറി. ബിരിയാണി തീറ്റ കഴിഞ്ഞപ്പോൾ ലൂസിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓരോരോ മുറികളിലേക്കായി ആ ചെറിയ ജനക്കൂട്ടം ചിതറിപ്പോയി. വെള്ളത്തിനടിയിലെന്നോണം ബ്രിജീത്ത മാത്രം ഉറക്കത്തിലാണ്ടുകിടന്നു. അനേകം കൊല്ലങ്ങൾക്കു ശേഷമാണ് ബ്രിജീത്തയെ കാണുന്നതെന്ന് ലൂസിക്ക് തോന്നിപ്പോയി. ബ്രിജീത്ത ഉറക്കത്തിൽ ബിരിയാണി തിന്നു. രുചി പിടിച്ചിട്ടില്ലെന്ന് നെറ്റിയിലെ ചുളിവുകളും പുരികങ്ങളുടെ വളയ്ക്കലും കൊണ്ട് ലൂസിക്ക് മനസ്സിലായി. എങ്ങനെയോ ഒരു പിടിവറ്റ് അകത്താക്കിയിട്ട് ലൂസി പാത്രം മോറാനിരുന്നു. നെയ്യൊട്ടി പിടിച്ച ഒരു കുന്നുപാത്രങ്ങൾ ലൂസിയെ കാത്ത് കിണറ്റുകരയിൽ കിടന്നു. അമ്മായിര വെട്ടിര താക്കോല് എവിടെ ഉണ്ടീ പെണ്ണേ? മാതിരി കിണറ്റുംകരയിലേക്ക് വന്നു. തനിക്കറിയില്ലെന്ന് ലൂസി പറഞ്ഞു.
നിനക്കറിയാണ്ടിരിക്കില്ലല്ലോ. എവിടാണ് ഇങ്ങെടുത്തന്നേ? ലൂസി ഒന്നും പറഞ്ഞില്ല. തിളച്ച വെള്ളത്തിൽ പാത്രങ്ങൾ മുക്കിയെടുക്കുമ്പോൾ അവളുടെ കൈ പൊള്ളി. പിന്നെ താക്കോലന്വേഷണത്തിൻ്റെ ബഹളമായിരുന്നു. ആദ്യം അടക്കി പിടിച്ച്, പിന്നെ മറ നീക്കി വെളുത്ത് പുഴമീൻ പോലത്തെ ഒരു പെണ്ണ് വന്നു പറഞ്ഞു, നിനക്കറിയാന്നുണ്ടെങ്കിൽ പറയരേ, എവിടെയാണ് താക്കോല്? എനിക്കറിയില്ല. അത് ശരി, അപ്പോൾ സൂത്രത്തിലൊക്കെ കൈക്കലാക്കാനുള്ള ലാക്കണല്ലേ? പുഴമീൻ ദേഷ്യപ്പെട്ടു. അവളുടെ പിന്നാലെ പ്രായമേറിയവരും അല്ലാത്തവരുമായ എല്ലാ പെണ്ണുങ്ങളും വന്നു. പണ്ടവും പണവും കുറച്ചൊന്നും അല്ല വെട്ടിയിലുള്ളത്, മര്യാദയ്ക്ക് പറഞ്ഞോ. മാതിരി ലൂസിയെ പിടിച്ചു കുലുക്കി. പറയിരി പെണ്ണേ, നീ അറിയാണ്ട് താക്കോല് പോവില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാട്ടാ. ഇനിയിപ്പോ താക്കോല് കിട്ടിയാൽ തന്നെ എന്തൂട്ടാ കാര്യം? എന്തൂട്ടൊക്കെയാ അവള് പൂത്തിയേക്കണേന്ന് ആര് കണ്ടു? ലൂസി കഴുകിയ പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് പോയി. വയസ്സായ കന്യാസ്ത്രീ അകത്തേക്ക് വന്നു. കർത്താവിൻ്റെ കയ്യിൽ എന്തോരം മുതലുണ്ട് മോളെ. കർത്താവ് അറിഞ്ഞു തരണ മുതലിന് ആയുസുണ്ടാവുള്ളോ? കിടക്കണ മുതല് നിലനിൽക്കില്ല. മോള് ആ താക്കോല കൊടുത്തോ. ബ്രിജിത്തേച്ചി നിനക്ക് എന്തെങ്കിലും എഴുതി വെക്കാണ്ടിരിക്കില്ല. പിന്നെ എന്തൂട്ടിനാ വിഷമിക്കണേ? എനിക്കറിയില്ല. ഒരു നുണ പറയുന്നതിൻ്റെ എല്ലാ വിളർച്ചയും ലൂസിയുടെ മുഖത്തുണ്ടായിരുന്നു. ചെറുപ്പക്കാരിയായ ഒരു കന്യാസ്ത്രീ ലൂസിയുടെ തോളുകൾ ബലമായി പിടിച്ചു നിർത്തി. നോക്കിയേ, ഈ ആങ്ങളാരും നാത്തുമാരും ഒക്കെ എന്താ മുതലോളെന്ന് നിനക്കറിയോ? അവര് പോലീസിനെ കൊണ്ടുവരുട്ടാ. എനിക്കെന്തിനാ താക്കോല്? ലൂസിക്ക് കരച്ചിൽ വന്നു. എന്നാല് അതെവിടെയാണെന്ന് പറഞ്ഞുകൊടുക്ക്. അതെവിടെയാണെന്ന് ലൂസിക്ക് അറിയാം. പറഞ്ഞു കൊടുക്കണോ എന്ന് മാത്രം അവൾക്കറിയില്ല. ബ്രിജീത്തയുടെ അരയിൽ വെള്ളിത്തൊരടിൽ പ്രമാണങ്ങളും ആഭരണങ്ങളും ഉറുപ്പികയും വെച്ചിട്ടുള്ള പെട്ടിയുടെ താക്കോൽ. സലീനയുടെ അമ്മ മാത്രം ലൂസിയെ മാറ്റി നിർത്തി ഉപദേശിച്ചു, പറഞ്ഞു കൊടുക്കണ്ടാട്ടാ. ആ മാത്തിരി ഒരുത്തിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അവൾ ആരാ മുതലെന്നറിയാ? അവളുടെ മാപ്പിള ഒരു മണുങ്ങ് പുഴുങ്ങിയാണ്. അതാണ് അവള് കിടന്ന് ഈ മതിക്കണേ. മാത്തിരി തിരി മാപ്പിള വളുവളു. സലീനയുടെ അമ്മ ഇടത്തെ കൈയിൽ വലത്തെ കൈ അടിച്ച് നീട്ടിക്കാണിച്ചു. തൊമ്മാനച്ഛൻ പറഞ്ഞു, മോൾ അതെടുത്ത് കൊടുത്തോ. തൊമ്മാനച്ഛനല്ലേ പറയണേ. ബ്രിജീത്ത പെങ്ങൾക്ക് ഇനി എന്തിനാ പണവും പുത്തനും? പെങ്ങളുടെ പേരും പറഞ്ഞ് പിശാചുക്കൾ വെട്ടും കുത്തും കൂടണ്ട. മോള് ചെയ്ത ജോലിയുടെ കൂലി മോൾക്ക് കിട്ടാണ്ടിരിക്കില്ല. നല്ലവനായ ദൈവം എല്ലാം കാണുന്നുണ്ട്. അവിടുന്ന് അറിയാതെ ഒരില പോലും കൊഴിയുന്നില്ല. എളേമ്മ, ലൂസി സംശയിച്ചു. ഒരു കുഴപ്പവും ഇല്ല, ഞാൻ ഏറ്റു. മോള് ചെല്ല്. 136 ആളുകൾ ശ്വാസം മേപ്പെട്ട് വലിച്ചു പിടിച്ച് പുറത്തു കാത്തു നിൽക്കുമ്പോൾ ലൂസി ബ്രിജീത്തയുടെ അരയിൽ കൈവച്ചു. വെള്ളിത്തൊരടിൽ തൊട്ടു. താക്കോൽ കൂട്ടത്തിൽ പിടിച്ചു. ബ്രിജീത്ത ചാടി എഴുന്നേറ്റു. കള്ളി! പിന്നെ ബ്രിജീത്ത ഉറങ്ങിയിട്ടില്ല.